ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്നയാളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെയുള്ള ആളോട് ഹൈക്കോടതി പറയുകയാണ്, ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരമില്ല. വിവേചനാധികാരം പ്രയോഗിക്കേണ്ടത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല. കോടതിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തുമാത്രം പണിയെടുത്തു കാണും. അത് ഒരു പണിയല്ല, നിരന്തര പണിയാണ്. സർവകലാശാലകളുമായി മല്ലുപിടിക്കുക എന്നതാണ് പ്രധാന ഹോബി. സർവകലാശാല എന്ന ബോർഡ് കണ്ടാൽ പണി തുടങ്ങും. സെനറ്റ് പിരിച്ചുവിടുക, രാജ്ഭവനിലിരുന്ന് സെനറ്റ് ലിസ്റ്റ് സ്വയം തയ്യാറാക്കി പ്രഖ്യാപിക്കുക, VC-മാരെ പുറത്താക്കുക എന്നുവേണ്ട കാലങ്ങളായി അധ്വാനത്തിലാണ്. ഇതൊക്കെ പിണറായി സർക്കാരിനിട്ടുള്ള ഒന്നൊന്നര പണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്താൻ മാധ്യമങ്ങളും സേവ് യൂണിവേഴ്സിറ്റിക്കാരായ കോൺഗ്രസ്സുകാരും പിന്നെ BJP-യും ഉള്ളപ്പോൾ അധ്വാനം കടുപ്പിച്ചു. ഇദ്ദേഹം ഗവർണറോ അതോ പ്രതിപക്ഷ നേതാവോ എന്ന് പലപ്പോഴും തോന്നിപ്പിച്ചിട്ടുണ്ട്. മിഠായി തെരുവിലെ മധുരം നുണഞ്ഞ് വിവാദങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞു പോകവേ ഗവർണർ കം ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ അടിതെറ്റിയത് കോടതികളിലാണ്. അതും ഒന്നും രണ്ടും വട്ടമല്ല, പല വട്ടം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചതാണ് ആദ്യം പറഞ്ഞത്. ചാൻസലർക്ക് അനിയന്ത്രിതമായ അധികാരമില്ല. വിവേചനാധികാരം പ്രയോഗിക്കേണ്ടത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല. ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും നിയമങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന കേരളത്തിൻ്റെ പൗരബോധത്തിന് മുന്നിൽ നിരന്തരം തോൽക്കുന്നയാളാണ് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് K. അനിൽകുമാർ, CPIM. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, കോൺഗ്രസ്. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് നിരീക്ഷകൻ. അഡ്വക്കേറ്റ് അനിൽകുമാറിൽ തുടങ്ങാം. CPIM പ്രതിനിധിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കും. അദ്ദേഹം ഇപ്പോൾ ലൈവിലെത്തിയിട്ടുണ്ട്. ശ്രീ അനിൽകുമാർ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിരന്തര തോൽവി ചാൻസലറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഗവർണറുടെ നിരന്തര തോൽവി കോടതികളിൽ എന്നുള്ളതാണ്. ഏത് വിവാദത്തിൻ്റെയും ഒടുവിൽ അടിസ്ഥാനപരമായി ജനങ്ങൾ സ്വീകരിക്കുക ഇതിൽ നിയമപരമായി വരുന്ന വാക്കുകളാണ്, അതിലെ കണ്ടെത്തലുകളാണ്. ആ കണ്ടെത്തലുകളെല്ലാം ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടികൾ തന്നെയാണ്. അത് തന്നെ ഇതിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങൾ, അതുപോലെ തന്നെ സേവ് യൂണിവേഴ്സിറ്റിക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ, ഇപ്പുറത്ത് കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ താല്പര്യം, ഇതെല്ലാം ഒരു ഭാഗത്തുള്ളപ്പോഴും കോടതി വിധികൾ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് സർവകലാശാലകളും സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ കോടതികൾ ശരിവെക്കുന്നു എന്ന് വന്നാൽ ജനങ്ങൾക്ക് മുമ്പിൽ ഇതിലൊക്കെ ഒരു വ്യക്തതയും ബോധ്യവും ഓരോ കേസ് കഴിയുന്തോറും വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്? ഒരു സംശയം കൂടി, നിയമപരമായ ഒരു സംശയം കൂടിയുണ്ട്. ഇപ്പോൾ ഈ സെനറ്റ് കേസിൻ്റെ കാര്യത്തിൽ ഈ യോഗ്യതയില്ലാത്ത സർവകലാശാല മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ ആ നിലയിൽ കഴിവ് തെളിയിക്കാൻ കഴിയാത്ത ആളുകളെ താല്പര്യാർത്ഥം ആരിഫ് മുഹമ്മദ് ഖാൻ തിരികെ കയറ്റി, സ്വന്തം ഇഷ്ടപ്രകാരം ആ ലിസ്റ്റിൽപ്പെടുത്തി, യൂണിവേഴ്സിറ്റി കൊടുത്ത പേരുകൾ വെട്ടി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ. ഇപ്പോൾ ഈ വിധി വരുന്നതോടെ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് വീണ്ടും ആ വിദ്യാർത്ഥികളെ കണ്ടെത്തി ശുപാർശ ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള അവസരം ചാൻസലർക്ക് വരുന്നുണ്ടോ? അതോ നിയമവിരുദ്ധമായി നിഷേധിക്കപ്പെട്ട അവസരം നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആ അവസരം വന്നു ചേരുമോ? നിയമപരമായ ഒരു സംശയം കൂടി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ തുടർഭരണം ലഭിച്ചതോടുകൂടി നിലവിലുള്ള കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇടതുപക്ഷത്തെ നേരിടാൻ, ഈ സർക്കാരിനെ നേരിടാൻ പ്രാപ്തി കുറവാണ് എന്നുള്ളതാണ് പൊതുവിലുണ്ടായൊരു ബോധം. അത് സീറ്റുകളുടെ വർധനയോടുകൂടി തന്നെയാണ് രണ്ടാം പിണറായി സർക്കാർ വന്നത് എന്നതോടുകൂടി LDF-നെ നേരിടുന്നതിന് വേണ്ടി പുതിയ മാർഗങ്ങൾ വേണ്ടതുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ തന്നെ കരുതിയത്. അവർ ഈ കഴിഞ്ഞ 3 കൊല്ലക്കാലം കേരളത്തിനെതിരായ എല്ലാ നീക്കങ്ങളും കടുപ്പിക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിനെതിരായ കേന്ദ്രത്തിൻ്റെ യുദ്ധമുന്നണിയിലെ ഒരു കാലാൾ പടയാളിയായിട്ടാണ് കേരളത്തിൻ്റെ ഗവർണറെ കേന്ദ്ര സർക്കാർ കണ്ടത്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഗവർണർ നടത്തിയത്. അദ്ദേഹം മുമ്പ് തന്നെ വിവിധ പാർട്ടികളിലേക്ക് കാലുമാറുകയും നാണമെന്ന വികാരം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പുലർത്തിയിട്ടില്ലാത്ത, സന്മാർഗ ദീക്ഷ പുലർത്തിയിട്ടില്ലാത്തൊരു വ്യക്തിയാണ് എന്നതുകൊണ്ട് ഏത് പതനത്തിലേക്ക് പോകാനും അദ്ദേഹത്തിന് മടിയില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം കിട്ടുന്ന വേഷങ്ങൾക്കൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് താരതമ്യങ്ങളില്ല. ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഗവർണറെ താരതമ്യം ചെയ്തുകൊണ്ടോ ഏതെങ്കിലും പദവിയിലിരുന്നവരെ താരതമ്യം ചെയ്തുകൊണ്ടോ നമുക്ക് ഗവർണറെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഉദാഹരിക്കാനാവാത്ത വിധമുള്ള നിലവാര തകർച്ചയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്.
അദ്ദേഹം സ്വയം വിഡ്ഢിയായിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ വിധി വാങ്ങിച്ചെടുത്തത്. നമ്മുടെ കണ്ണൂർ സർവകലാശാലയുടെ വിധി നോക്കൂ. അതിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ഭാഗ്യസമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടു, ഭാഗ്യസമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടത് കൊണ്ട് ഈ വിധി ശരിയല്ല എന്നാണ്, അല്ലെങ്കിൽ തൻ്റെ നിയമനം ശരിയല്ല എന്നാണ് അദ്ദേഹം സർവകലാശാലയുടെ ആ നിയമനം അവിടുത്തെ VC നിയമനം ഒഴിവാക്കാൻ വേണ്ടി അവിടെ വിറ്റ് കൊടുത്തത്. അതോടുകൂടി അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ സ്ഥാനത്തിന്, ഈ പണിക്ക് അദ്ദേഹത്തെ കൊള്ളത്തില്ലെന്ന് സ്വയം സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ ഭാഗ്യസമ്മർദ്ദത്തിന് കീഴ്പ്പെടുന്ന ആളാണ്, പിന്നെ ഈ പണിക്ക് കൊള്ളത്തില്ല എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. അപ്പം രാജിവെച്ച് പോവല്ലേ വേണ്ടത്. അതിന് പകരം ആ കോടതി വിധി വന്നപ്പോൾ ആ കോടതി വിധിയിലെ വാചകം എന്ന് പറയുന്നത് ഭാഗ്യസമ്മർദ്ദത്തിന് അദ്ദേഹം കീഴ്പ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ പറയുന്നതോടുകൂടി ഈ നിയമനം ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ വിധി. ആ വിധിയോട് വിയോജിപ്പുണ്ട്. പക്ഷേ അതോടൊരു ഗവർണറുടെ അവസ്ഥ എന്താണ്? ഇത്തരം ഒരാളാണ് കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ സെനറ്റിലേക്ക് ആളെ നോമിനേറ്റ് ചെയ്യുന്നത്. ആ നോമിനേറ്റ് ചെയ്യുമ്പോഴാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും രാഷ്ട്രീയം അതിൽ വരുന്നത്. സംഘപരിവാറിൻ്റെ നോമിനികൾ അദ്ദേഹം കണ്ടെത്തിയതിൻ്റെ വഴി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം അദ്ദേഹം RSSുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാൻ RSS ആണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ലീഗിൻ്റെ പ്രതിനിധി എങ്ങനെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് വന്നു? കോൺഗ്രസിൻ്റെ പ്രതിനിധി എങ്ങനെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റ് വന്നു? കോഴിക്കോട് സർവകലാശാലയിൽ കോൺഗ്രസിൻ്റെയും ലീഗിനെ പ്രതിനിധിയെ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, അവരുപയോഗിച്ച് സെനറ്റ് തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ വേണ്ടി, സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. ആ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് തെറ്റായ നിലയ്ക്ക് ഇടപെട്ടപ്പോൾ അതിൽ ഗവർണർ വീണ്ടും ചാൻസലർ എന്ന നിലയ്ക്ക് അവിടെ തെറ്റായിട്ട് ഇടപെട്ടു. അപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? BJPക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുന്നു മാത്രമല്ല, UDFന് കൂടി വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പിണിയാളായി മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർ സമൂഹത്തോട് പറയുന്നത് എന്താണ്? ഒരു ചാൻസലർ പ്രവർത്തിക്കുമ്പോൾ നിയമാനുസരണമുള്ള മാർഗത്തിലൂടെ പ്രവർത്തിക്കണം. അപ്പോൾ സെനറ്റിലെ ആളുകളെ കണ്ടെത്തുമ്പോൾ എന്ത് വേണം? നിയമത്തിൽ തന്നെ പറയുന്നത് ഏറ്റവും കഴിവ് തെളിയിച്ച എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളിലും മറ്റ് മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ച അക്കാഡമിക് മികവുള്ളവർ ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും നല്ല കുട്ടികളെയാണ് കണ്ടെത്തേണ്ടത്. കേരള സർവകലാശാലയിൽ നിന്ന് കൊടുത്തവർ കലാതിലകത്തെ കൊടുത്ത അദ്ദേഹത്തിന് ബോധ്യപ്പെടില്ലേ? അന്താരാഷ്ട്ര ദേശീയ തലത്തിലുള്ള വടംവലി മത്സരത്തിൽ കേരള സർവകലാശാലയെ പ്രതിനിധീകരിച്ച കുട്ടി ആ മേഖലയെ കൊടുത്തു, റാങ്കുകാരെ കൊടുത്തു. ഇവരെ എല്ലാം വെട്ടിമാറ്റിയിട്ട് വേറെ കുട്ടികളെ കണ്ടെത്തുമ്പോൾ ഈ കുട്ടികൾ എവിടെ നിന്ന് വന്നു? അത് ഗവർണർ സമൂഹത്തോട് പറയണ്ടേ? ഗവർണറുടെ ഓഫീസ് എന്ന് പബ്ലിക് ഓഫീസാണ്. ഹൈക്കോടതിയിലെ തോറ്റുപോയ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഇവരെ കണ്ടെത്തി. എനിക്ക് ലീഗിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടി, എനിക്ക് കോൺഗ്രസിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടി, എനിക്ക് BJPയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയാൽ അദ്ദേഹത്തിന് തുറന്നു പറയാം. തുറന്നു പറഞ്ഞാൽ അതോടുകൂടി നിയമനം അവിടെ ഇല്ല. അപ്പം ഞാൻ സ്വന്തമായി കണ്ടെത്തി, അങ്ങനത്തെ അധികാരമില്ല, അങ്ങനത്തെ ചുമതലയില്ല. ഒരു കേസിനകത്ത് ഈ ഗുജറാത്തെ കേസുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ നിയമനം എന്ന് പറയുന്നത് ഗവർണറുമായി ബന്ധപ്പെട്ട്, ചാൻസലറുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അധികാരത്തിലുള്ള കാര്യമാണെന്നൊരു കോടതി വിധിയിലൊരു പരാമർശം വെച്ചിട്ട് സർവകലാശാലകളുടെ ഏകാധിപതിയാണ് താനെന്ന നാട്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കോടതി വിധികളെല്ലാം ചാൻസലർ പദവിയിൽ അദ്ദേഹം തുടരാനുള്ള അവകാശം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, സർവകലാശാലകളിൽ ചാൻസലർമാരുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെൻറ്റും നിയമസഭയും കൊണ്ടുവന്ന നിയമങ്ങൾ ഏറ്റവും ഫലപ്രദമാണ്. ആ നിയമങ്ങൾ അവസരോചിതമാണ്, അത് അനിവാര്യമാണ്. കാരണം ഇത്തരം ചാൻസലർമാരെ വെച്ച് സർവകലാശാലയ്ക്ക് പ്രവർത്തിക്കാം. മഹാത്മാഗാന്ധി സർവകലാശാല ഏഷ്യയിലെ ഏറ്റവും നല്ല റാങ്കിങ്ങുള്ള സർവകലാശാലകളിലൊന്നായി മാറി. A++ നാക് അക്രഡിറ്റേഷനിലേക്ക് കാലിക്കറ്റ് സർവകലാശാല, മുമ്പ് തന്നെ കേരള സർവകലാശാല, മറ്റു സർവകലാശാലകൾ ഉയർന്നു വരികയാണ്. ഇതൊന്നും അതിൻ്റെ ചാൻസലറായ തലപ്പത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ ചാൻസലറായിട്ടുള്ള ഗവർണർ ഒരു തവണ അഭിനന്ദിച്ചോ? ഞാൻ ഈ ചർച്ച പങ്കെടുക്കുന്ന സുഹൃത്തുക്കളോട് അപേക്ഷിക്കുന്നൊരു കാര്യം, നിങ്ങൾ ഒരു തവണ കേട്ടോ മഹാത്മാഗാന്ധി സർവകലാശാല ഈ ഉന്നതമായ നേട്ടം നേടിയിട്ട് ചാൻസലർ അഭിനന്ദിക്കും നിങ്ങൾ കേട്ടോ? എന്താ അഭിനന്ദിക്കാത്തത്? കേരളത്തിലെ സർവകലാശാലകൾ തകരുകയാണ് എന്ന വലതുപക്ഷത്തിൻ്റെ തിരക്കഥ തകർക്കുന്നതാണ് ഈ നാക് അക്രഡിറ്റേഷൻ അടക്കം കിട്ടുന്ന നേട്ടങ്ങൾ. അല്ല, ഏഷ്യയിലെ ഏറ്റവും മികച്ച സർവകലാശാല എന്ന റാങ്കിങ്, അതിന് ധാരാളം ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ഇവിടെയാണ് നാം കാണേണ്ടത്, ഗവർണർ ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്തപ്പോൾ ഫലപ്രദമായി ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് ഇടപെടണം, രാഷ്ട്രപതി ഇടപെടണം. രാഷ്ട്രപതി ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ വിത്തുഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അല്ലാതെ മാത്രമല്ല, ഗവർണർ തന്നെ 2 കൊല്ലം വിത്തുഹോൾഡ് ചെയ്തതാണ്. അങ്ങനെയാണോ ശ്രീ അനിൽകുമാർ? രാഷ്ട്രപതിക്ക് എന്താ വിത്തുഹോൾഡ് ചെയ്യാൻ കാര്യം? യെസ്, അതിലേക്ക് വരാം. മാത്രമല്ല, ഇന്ന് ഒരു പത്രത്തിൽ കണ്ടത് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് തള്ളി എന്ന നിലയിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അത് നിയമവകുപ്പ് വഴി സർക്കാരിനെ രാജ്ഭവൻ അറിയിച്ചു എന്ന തരത്തിൽ ഇന്നൊരു പത്രവാർത്തയും അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്ന ആ നിയമസഭ പാസാക്കിയ ബില്ലുണ്ടല്ലോ,
അതിൽ ഒപ്പിടാൻ അനുമതി നിഷേധിച്ചു എന്ന തരത്തിലും വിവരങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അത് പരിശോധിച്ച് പോകേണ്ടത് കൂടിയാണ്. ഇവിടെ അഡ്വക്കേറ്റ് വസന്ത്, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിപ്പോൾ ഞാൻ താങ്കളുടെ മറുപടിയിലേക്ക് അല്ലെങ്കിൽ സമീപനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സർവകലാശാല സെനറ്റിലേക്ക്, അതിൽ താങ്കൾക്കും വിയോജിപ്പുണ്ടാവാൻ വഴിയുണ്ടെന്ന് വിചാരിക്കുന്നില്ല. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഈ പറഞ്ഞ ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഫൈൻ ആർട്സ്, സ്പോർട്സ്, ഈ മേഖലകളിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളുടെ സെനറ്റിലേക്കുള്ള ഒഴിവിലേക്ക് സർവകലാശാല കുട്ടികളുടെ പേര് നിർദ്ദേശിക്കുന്നു. അത് ഒഴിവാക്കിയിട്ട് ചാൻസലർ നാമനിർദ്ദേശം ചെയ്തത് അഭിഷേക് ഡി നായർ, SL ധ്രുവിൻ, മാളവിക ഉദയൻ, സുധി സദൻ, ഇവരുടെ സെനറ്റ് അംഗത്വം കോടതി റദ്ദാക്കി, ഹൈക്കോടതി റദ്ദാക്കി. അപ്പോൾ പിന്നെ ആളുകൾ പരിശോധിക്കില്ലേ? അപ്പോൾ പിന്നെ സർവകലാശാല കൊടുത്ത്, കാരണം അതിൽ കോടതി തന്നെ പറഞ്ഞു ഈ വിദ്യാർത്ഥികളുടെ മികവ്, പാഠ്യേതര മികവ് അത് ഉറപ്പാക്കണം എന്നുണ്ട്. ആ ചട്ടം ചാൻസലർ പരിഗണിച്ചിട്ടില്ല. ചാൻസലർ പാലിക്കാതെ സർവകലാശാല കൊടുത്ത പേരുകൾ വെട്ടിമാറ്റി അദ്ദേഹത്തിന് എവിടെ നിന്നോ ലഭിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നിഷ്ടപ്രകാരം ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഉൾപ്പെടുത്തി, 4 പേരെ ആ നിലയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അങ്ങനെ സർവകലാശാല പട്ടികയിൽ നിന്ന് പുറത്തുപോയ കുട്ടികളാണ് ഹർജിക്കാരായി ഹൈക്കോടതിയിൽ നിയമപരമായ പോരാട്ടം ചാൻസലർക്കെതിരെ നടത്തിയത്. അത് വളരെ ഗൗരവമുള്ളതാണ്. ആ ഹർജിക്കാരായ കുട്ടികൾ ആരൊക്കെയാണ്? അരുണിമ അശോക്, ആ കുട്ടി BA മ്യൂസിക്കിൽ 1ാം റാങ്കാണ്. TS കാവ്യ BSc മാത്സിൽ 1ാം റാങ്കാണ്. നന്ദകിഷോർ, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ യുവജനോത്സവ കലാപ്രതിഭയാണ്. PS അവൻസൻ ദേശീയ അന്തർ സർവകലാശാല വടംവലി വെങ്കല മെഡൽ ജേതാവാണ്. ഇൻ്റർ കൊളീജിയറ്റ് ബെസ്റ്റ് ഫിസിക് ചാമ്പ്യനാണ്. ഈ മികവ് സർവകലാശാല കണ്ടെത്തി 4 വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തുന്നു. ചാൻസലർ അത് ഒഴിവാക്കുന്നു. ആ കുട്ടികളത് ചോദ്യം ചെയ്യുന്നു. ചാൻസലർ തോൽക്കുന്നു. ഇതാണ് ഇതിലെ കേസ്. പക്ഷേ അപ്പോൾ ഇരുന്നൊരു ചോദ്യമുണ്ട്. ചാൻസലറുടെ കാവിക്കളിയിൽ, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാവിക്കളിയിൽ തോൽവി ആ കൂട്ടർക്ക് മാത്രമല്ലല്ലോ, അതിൻ്റെ ഒരു പങ്ക് നിങ്ങളും പറ്റണം. അതാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞു വെച്ചത്. ശ്രീ ശരത്, 2 വിഷയങ്ങളാണ് ഇന്നത്തെ വിധിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമതായി തന്നെ ചാൻസലർ, ഗവർണർ രണ്ടും 2 പദവിയാണോ എന്നുള്ള ഒരു ചോദ്യം. അതുമായി ബന്ധപ്പെട്ടത് വിവിധ വെർഡിക്റ്റുകളുണ്ട്. അത് അതിനാൽ തന്നെ വിവിധ വെർഡിക്റ്റുകൾ അതിനാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പോരടിക്കുന്നവയും. അതുകൊണ്ട് അതിൻ്റെ അകത്തൊരു വ്യക്തത ഇതുവരെ നൽകാൻ കോടതികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, ഇന്നത്തെ കേസിൽ വളരെ കൃത്യമായി ആദ്യത്തെ ആ വിധിവാചകത്തിന്റെ തുടക്കത്തിൽ കോടതി പറയുന്നത് ചാൻസലർ കണ്ടെത്തിയ നോമിനികൾ അവർ യോഗ്യരല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതായത് യോഗ്യരല്ലാത്തവരെ ചാൻസലർ കൊണ്ടുവരുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ചാൻസലർ അല്ല, സർവകലാശാല കൊണ്ടുവന്നാലും CM നേരിട്ട് കൊണ്ടുവന്നാലും വൈസ് ചാൻസലർ കൊണ്ടുവന്നാലും നാളെ രാഷ്ട്രപതി നേരിട്ട് കൊണ്ടുവന്നാലും യോഗ്യരല്ലാത്തവരെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത് ആ വിധിവാചകത്തോട് തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് കോടതി പറയുന്നുണ്ട് ചാൻസലർക്ക് അമിതാധികാരങ്ങളില്ല. അതായത് എങ്ങനെയാണോ വിവിധ കേസുകളിൽ ഗവർണർക്ക് അമിതാധികാരങ്ങളില്ല എന്ന് പറഞ്ഞത്, അതേ രീതിയിൽ തന്നെ ഈ കേസിൽ പറയുന്നുണ്ട്. അതായത് ഗവർണർ ഒരു വിശുദ്ധ പശുവല്ല എന്ന് വളരെ കൃത്യമായി കോടതി ഇത് നിരീക്ഷിച്ചിട്ടുണ്ട്. ചാൻസലർ ഒരു വിശുദ്ധ പശുവല്ല എന്നത് നല്ല കാര്യം, മികച്ച തീരുമാനം തന്നെയാണ്. ഞങ്ങൾക്ക് അതിന്റെ പങ്ക് പറ്റേണ്ട കാര്യമില്ലല്ലോ. കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാ കാലത്തും പറയുന്നത് വൈസ് ചാൻസലർ നോമിനേറ്റ് ചെയ്താലും ചാൻസലർ നോമിനേറ്റ് ചെയ്താലും അവർക്ക് യോഗ്യത ഉണ്ടാവണം എന്ന നിലപാടിലാണ് കേരളത്തിലെ പ്രതിപക്ഷം എല്ലാ കാലത്തും നിന്നത്. അത് SFI നോമിനേഷൻ ആണെങ്കിലും ABVP നോമിനേഷൻ ആണെങ്കിലും ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് വളരെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും മുമ്പോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ഈ കേസിൽ അത് വ്യക്തമായല്ലോ. സർവകലാശാല കൊടുത്ത പട്ടികയിലെ കുട്ടികൾ ആ ചട്ടങ്ങൾക്കനുസരിച്ച് മികവുള്ളവരാണ്. അവരെക്കാൾ മികവുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത വിധമാണ് ചാൻസലറുടെ ആ 4 പേരെന്ന് വന്നാൽ അതിലൊരു നിലപാടെടുക്കാവുന്നതേ ഉള്ളൂ. സർവകലാശാലയാണ് ശരി, ചാൻസലർക്കാണ് തെറ്റിയത്. അത് ക്ലിയറായി എടുക്കാവുന്നൊരു പൊസിഷനല്ലേ? അല്ല, ആ പൊസിഷനാണല്ലോ ഞാൻ ടേക്ക് ചെയ്യുന്നത്. നോക്കൂ, ഗവർണർ പറഞ്ഞ എന്താണ്? ഗവർണർ എന്ന ചാൻസലർ പറയുന്നത് എന്താണ്? ചാൻസലർ അന്ന് ഈ സർവകലാശാല മുമ്പോട്ട് വെച്ച കുട്ടികളെ തടഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹം പറയുന്നത് ദിസ് ഈസ് പൊളിറ്റിക്കൽ നോമിനേഷൻ എന്നാണ്. ഇത് പൊളിറ്റിക്കൽ നോമിനേഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാൻസലർ അതിനെ തള്ളിക്കളഞ്ഞിട്ട് നേരെ ഇപ്പുറത്ത് ABVPയിൽ നിന്ന് മറ്റൊരു പൊളിറ്റിക്കൽ നോമിനേഷൻ ചാൻസലർ നടത്തിയാൽ ബൂർഷയെ എതിർക്കാൻ വേണ്ടി ബൂർഷയുടെ അപ്പനാവുന്ന നയമാണ് എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ലെന്ന്. ആർക്കാ മടിയുള്ളത്? അനിൽകുമാർ തോന്നുന്നല്ലേ ഞങ്ങൾക്ക് മടിയുള്ളത്? ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ബൂർഷയുടെ പിതാവ് എതിർക്കും.
അല്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ വസന്ത് അദ്ദേഹം ഞങ്ങൾ ചോദിച്ചത് കൃത്യമായി പറയുന്നു. അദ്ദേഹം ചോദിച്ച ഇതാണ്. കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചതിൽ ലീഗ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചതുപോലെ ഈ ഗവർണറുടെ കാവിക്കളിക്ക് നിങ്ങളുടെ പിന്തുണയുണ്ടോ? അപ്പോൾ ഗവർണർക്കുണ്ടാകുന്ന തിരിച്ചടിയുടെ പങ്ക് നിങ്ങളും ഏറ്റുവാങ്ങേണ്ടേ? കാലിക്കറ്റ് സർവകലാശാലയിൽ നിങ്ങളും പങ്കാളിയാണെന്നേ ഗവർണർക്കൊപ്പം. അല്ലല്ലോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാജ്യമൊട്ടുക്കും പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകൾക്കെതിരായി ഗവർണർമാർ നടത്തുന്ന പോരാട്ടത്തിൽ, അവർ നടത്തുന്ന ചക്കളത്തിപ്പോരിൽ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ നിലപാട് ഒന്നു തന്നെയാണ്, സംശയം വേണ്ട. ഇവിടെ അമിതാധികാര പ്രയോഗം ഗവർണർ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കാലിക്കറ്റിലാവട്ടെ, MG യൂണിവേഴ്സിറ്റിയിലാവട്ടെ, കേരള യൂണിവേഴ്സിറ്റി, അവിടെ അദ്ദേഹം വെച്ച് നീട്ടിയ സെനറ്റ് അംഗത്വം എന്തിനു നിങ്ങൾ സ്വീകരിക്കാൻ പോയി? ചോദ്യം വസന്ത്. എന്താണ് അവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ വെച്ച് നീട്ടിയ ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ നോമിനിയായി BJP ഇതര സർക്കാരുകളെ ഏറ്റവും അധികം ദ്രോഹിക്കുന്ന ഗവർണർമാരുടെ ഇക്കാലത്ത് അങ്ങനെയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലർ കാലിക്കറ്റ് സർവകലാശാലയിൽ ഈ കാവിക്കളി പൊതുവിൽ നടത്തുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിൽ നിങ്ങൾ എന്തിന് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടു? എന്തിനതിന് നിന്നുകൊടുത്തു? അതിനുത്തരം പറയാം. മറിച്ച് മറ്റൊരു ഉത്തരം പറയണം. അങ്ങനെയുള്ള ഗവർണർ എല്ലാ കാലത്തും പിണറായി വിജയൻ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗവർണർ, ആ ഗവൺമെന്റിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഗവർണർ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന ലഡു സ്വീകരിക്കാൻ എന്തിന് ക്ലിഫ് ഹൗസിൽ നിന്ന് ആളെ വിട്ടു? എന്തിന് അതേ ഗവർണറുടെ 3 വർഷം മാത്രം കാലപ്പഴക്കമുള്ള പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പണം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഗൗരവമായ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ കാശ്മീരിലെ ലഡു വെച്ചിട്ടാണോ നിങ്ങൾ? നന്നായിരിക്കും. എന്തിനാണ് അല്ല, അതിന് നിങ്ങൾക്ക് നേരെ വരുന്ന ചോദ്യത്തിനൊരു മറുപടി കൊടുക്ക്. കാശ്മീരിലെ ലഡു മറുപടിയല്ല. കാശ്മീരിലെ ലഡു മറുപടിയല്ല. ബഡ്ജറ്റിന് വെളിയിൽ നിന്ന് അല്ല, ഞാൻ അങ്ങ് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു നിങ്ങൾ വരാത്തതുകൊണ്ടാണ്. അതായത് കാലിക്കറ്റ് സർവകലാശാലയിൽ എന്തിനാ പങ്കുപറ്റി? അല്ല, ശരത്തെ ഫൈനൽ ചോദ്യം ചോദിക്കട്ടെ, അതിനോട് ഉത്തരം പറ. എന്തിനാണ് അങ്ങനെ ഒരു ഗവർണറിന് ഉത്തരം വെളിയിൽ നിന്ന്? നിങ്ങളുടെ നിലപാടുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഉയരുന്ന ചോദ്യത്തിന് നിങ്ങളാണ് മറുപടി പറയേണ്ടത്. പറയട്ടെ, ശ്രീ അനിൽകുമാർ പറയട്ടെ. അല്ല, താങ്കളോടുള്ള ചോദ്യത്തിന് ഒരു മറുപടി കൊടുത്തിട്ട് ഞാൻ അനിലേക്ക് പോവാം. അതായത് കാലിക്കറ്റ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ ആ വലിയ തെറ്റ് കോടതി തന്നെ ചൂണ്ടിക്കാട്ടി അത് റദ്ദു ചെയ്യുന്നു. സമാനമായ രീതിയിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചപ്പോൾ അതിന്റെ പങ്ക് നിങ്ങൾ എന്തിനു പറ്റി? ഞങ്ങളെന്ന് പറഞ്ഞാൽ അനിൽകുമാർ പറഞ്ഞാൽ പോരല്ലോ. അത് ലീഗിന്റെ നോമിനിയാണ്, കോൺഗ്രസിന്റെ നോമിനിയാണ്. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ചിലപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയമുള്ളവർ, ചിലപ്പോൾ കോൺഗ്രസോ ലീഗോ അനുഭാവികളായിട്ടുള്ളവർ അദ്ദേഹത്തിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടാവും. അവരുടെ മികവ് പരിഗണിച്ചായിരിക്കും ചിലപ്പോൾ ലിസ്റ്റ് തയ്യാറാക്കിയത്. അയാളുടെ യൂണിവേഴ്സിറ്റി ചട്ടം ലംഘിച്ച് കേരള സർവകലാശാലയിലെ പോലെ തന്നിഷ്ടപ്രകാരം ലിസ്റ്റ് തയ്യാറാക്കുന്നതാണോ സർവകലാശാല നിയമം? അതല്ലേ ഹൈക്കോടതി കേരള സർവകലാശാല റദ്ദ് ചെയ്തത്? അല്ലെന്നേ, ഇതിന്റെ അത് പരിഗണിക്കപ്പെടട്ടെ. ഇതിലും പരിഗണിക്കട്ടെ, കാലിക്കറ്റിന്റെ കാര്യത്തിലും പരിഗണിക്കട്ടെ. കോടതി കേസുണ്ട്, അതിൽ കോടതിയിൽ തർക്കമുണ്ടെന്നേ, അതിലേക്ക് വിധി വന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾ അതിനെ ഞാൻ ശ്രീ അനിൽകുമാർ വസന്ത് പറഞ്ഞത് കേട്ടില്ലേ? മെറിറ്റ് ഉണ്ടെങ്കിൽ വരും എന്നാണ് പറഞ്ഞത്. ശ്രീ കെ സുധാകരൻ പറഞ്ഞതാണ്. അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ, ചാൻസലർ ആ നിലയിൽ ഒരു ഓഫർ മുന്നോട്ട് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ യോഗ്യരായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാൻ എന്താ കുഴപ്പം എന്ന് ചോദിച്ചല്ലോ. അതെ, മുസ്ലിം ലീഗിൻ്റെ ആഫീസിൽ നിന്നും കോൺഗ്രസിൻ്റെ ആഫീസിൽ നിന്നും ലിസ്റ്റ് വാങ്ങിക്കുന്ന പോലെ BJPയുടെ ആഫീസിൽ നിന്നും ലിസ്റ്റ് വാങ്ങിക്കുന്നു. അതിൽ BJPയുടെ ആഫീസിൽ നിന്ന് ആളുകളുടെ എണ്ണം കൂടുതലുണ്ട്. കോൺഗ്രസിൻ്റെ ആഫീസർക്ക് നക്കാപ്പിച്ച കൊടുത്തിരിക്കുന്നത്. കിട്ടിയ നക്കാപ്പിച്ച. പറഞ്ഞോളൂ വസന്ത്, ഞാൻ വരാം, ഇടയിൽ ക്ലാഷ് ആവും. ഓഡിയോ നിങ്ങൾ സൂമിലായതുകൊണ്ടുകൂടിയാണ്. കിട്ടിയ നക്കാപ്പിച്ച നന്നായിരിക്കട്ടെ, കിട്ടിയ നക്കാപ്പിച്ച നന്നായിരിക്കട്ടെ, ഞങ്ങൾ തൽക്കാലം അതങ്ങ് ഉപയോഗിച്ച് കളയാം. ഇതാണ് കെ സുധാകരൻ പറയുന്നത്. എന്നാൽ കെ സുധാകരൻ എതിർക്കേണ്ട കാര്യം എന്താണ്? ഞങ്ങളൊരു സമരരൂപ നിലയ്ക്ക് ഗവർണർ ഈ നിലയ്ക്ക് പെരുമാറാൻ പാടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞൊരു വാക്ക് ചക്കളത്തി പോരാട്ടമെന്നാണ്. തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭ പാസാക്കിയ നിയമങ്ങൾ, ബില്ലുകൾ ഒപ്പിടാത്ത ചക്കളത്തി പോരാട്ടമാണ്. ആ നിയമസഭ പാസാക്കിയ നിയമങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം ഈ ഗവർണർ ഒപ്പിട്ടിട്ട് പോയി. ഏത് ചക്കളത്തി പോരാട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആ നിയമങ്ങൾ ഈ സമൂഹത്തിനകത്ത് നടപ്പാകുമ്പോൾ അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേട്ടമുണ്ടാകും എന്ന ഒരു താല്പര്യത്തിലാണ് ഗവർണർ ഒപ്പിടാതിരുന്നത്.
ആ ഗവർണർക്ക് ദുർബോധനം കൊടുത്ത് അത് ഒപ്പിടരുത് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ ഗവർണറെ ചെന്ന് കണ്ടിട്ട് ഈ ബില്ലുകളിൽ ഒപ്പിടരുതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർമാരെ മാറ്റിയിട്ടുണ്ടോ? കോൺഗ്രസ് പിന്തുണ കൊടുക്കുന്ന തമിഴ്നാട്ടിൽ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റിയോ? കർണാടകത്തിൽ മാറ്റിയോ? ഛത്തീസ്ഗഡിൽ അങ്ങനെ ഒരു നിയമനിർമ്മാണം നിങ്ങൾ നടത്തിയോ? പഞ്ചാബിൽ നിങ്ങൾ അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തിയോ? അവിടെ എല്ലാം ചക്കളത്തി പോരാട്ടമായിരുന്നോ? ഈ ചക്കള പോരാട്ടം നടത്തി ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ സുപ്രീം കോടതി പോയി ഗവർണർക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ ഗവർണർക്ക് മുഖമടിച്ച് അടിയാണ് സുപ്രീം കോടതി കൊടുത്തത്. പഞ്ചാബിലെ ഗവർണർക്കെതിരായിട്ടുള്ള കേസിലെ വിധി ഒന്ന് വായിച്ചു നോക്കാൻ കേരള ഗവർണറോട് സുപ്രീം കോടതി പറഞ്ഞ കേട്ടോ? ചക്കളത്തി പോരാട്ടം എന്നാണോ എന്നെ പറയുന്നത്? അതുക്കും മേലെ നമ്മൾ സുപ്രീം കോടതിയിൽ വിവിധ കേസ് കൊടുത്തിരിക്കുകയാണ്. ഗവർണറെ നിയമിച്ച രാഷ്ട്രപതി, ആ രാഷ്ട്രപതി 5 ബില്ലുകൾ പിടിച്ചുവിട്ട് വെച്ചതിനെതിരായിട്ട് ഗവർണർക്ക് ഉള്ള അധികാരമാണ് രാഷ്ട്രപതിക്കുള്ളത്. രാഷ്ട്രപതിക്ക് പ്രത്യേകിച്ചൊരു അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരു ബില്ലിൽ, നിയമസഭ ഉണ്ടാക്കിയ ബില്ലിൽ ഗവർണർക്ക് ഒപ്പിടാൻ ബാധ്യതയുണ്ട്. അത് രാഷ്ട്രപതിക്ക് വിട്ടാൽ ഗവർണറുടെ റോളിലേക്ക് രാഷ്ട്രപതി കടന്നു വന്ന് എന്താണോ നിയമാനുസരണം തീർപ്പാക്കേണ്ടത് തീർപ്പാക്കി മറുപടി ഇവിടെ തരണം. ആ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ രാഷ്ട്രപതിയും സുപ്രീം കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. അവിടെ നോട്ടീസാകാൻ പോവുകയാണ്. സൂട്ട് കൊടുത്തു കഴിഞ്ഞു. ഇങ്ങനെ രാഷ്ട്രപതിയെ പോലും പ്രതിയാക്കി ഒരു സൂട്ട് കൊടുക്കാൻ തൻ്റെ ഇടമുള്ള ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോഴാണോ നിങ്ങൾ പറയുന്നത് ചക്കളത്തി പോരാട്ടം എന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യം എന്താണ്? യോഗ്യരായവരെ നിയമിക്കുന്നത് നിങ്ങൾക്ക് പരാതിയില്ല. ആരാണ് യോഗ്യർ? യോഗ്യതയുടെ മാനദണ്ഡം എന്താണ്? ഒരു സർവകലാശാലയിൽ കലാരംഗത്ത് കലാതിലകമായവർ യോഗ്യരല്ലേ? യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും മികച്ചതിലേക്ക് സ്പോർട്സ് രംഗത്ത് വന്നവർ യോഗ്യരല്ലേ? BAക്ക് 1ാം റാങ്ക് കിട്ടിയവർ യോഗ്യരല്ലേ? അതിനേക്കാൾ എന്ത് യോഗ്യതയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് ഞങ്ങളോട് മനസ്സിലാക്കി തരൂ. ഇവിടെ അക്കാഡമിക് രംഗത്തും മറ്റു രംഗത്തും എന്താണോ ക്വാളിഫിക്കേഷൻ വേണ്ടത് അവരെയാണ് കൊണ്ടുവന്നത്. ഗവർണർ ചെയ്തൊരു തെറ്റെന്താണെന്നറിയാമോ? കാലിക്കറ്റ് സർവകലാശാലയിൽ തെറ്റായ ഒരു കാര്യം ചെയ്തത്, നോമിനേറ്റഡ് അംഗങ്ങൾക്ക് സെനറ്റ് മെമ്പർമാർക്ക് സിൻഡിക്കേറ്റിലേക്ക് മത്സരിക്കാൻ അവകാശമില്ല. അവിടെ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റിലേക്ക് നോമിനേഷൻ കൊടുത്തു. ആ നോമിനേഷൻ തള്ളിയപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. സുപ്രീം കോടതി പോയി, ഹൈക്കോടതി പോയി. ഹൈക്കോടതി ഗവർണറോട് തിരുത്താൻ പറഞ്ഞു. ഗവർണർക്ക് ഇടപെടാൻ അവകാശമില്ല, ചാൻസലർക്ക് ഇടപെടാൻ അവകാശമില്ല. നിയമപരമല്ലാതെ ചാൻസലർ ഇടപെടേണ്ട നിരവധി ഉദാഹരണങ്ങൾ ഇനിയിപ്പോൾ ഞാൻ പറയാം. ഇവിടെ VC-മാരെ നിയമിക്കാത്തതിന് കാരണം എന്താണ്? ഇപ്പോൾ VC-മാരെ നിയമിക്കാത്തതിന് കാരണം എന്താണ്? ഗവർണറുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ അവർ RS-കാരെ നിയമിക്കും. എന്തായാലും കാരണം ഗവർണറുടെ വാദം എന്താണ്? ചാൻസലറുടെ വാദം എന്താണ്? സർക്കാർ സഹകരിക്കുന്നില്ല, അതിലേക്ക് സെർച്ച് കമ്മിറ്റിയിലേക്ക് നോമിനിയെ തരുന്നില്ല സർവകലാശാലകൾ, അതുകൊണ്ടാണ് സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനാവാത്തത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതിന് കൃത്യമായ മറുപടി എന്താണ്? 2018 UGC ചട്ട ഭേദഗതി എന്ന് പറയുന്നത് UGCയുടെ നോമിനി വന്നെങ്കിൽ മാത്രമേ ആ സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിൽ ആളെ എടുക്കാൻ കഴിയൂ. 2 പാനലായിരിക്കണം തുടങ്ങിയ കുറേ വ്യവസ്ഥ വെച്ചു. എന്തിനാണ് വ്യവസ്ഥ വെച്ചത്? നിങ്ങൾ UGC എന്ന് പറയുന്ന ഗ്രാൻഡ് തരുന്നൊരു സ്ഥാപനമാണ്. ആ ഗ്രാൻഡ് തരുന്ന സ്ഥാപനം ഉണ്ടാക്കുന്ന ഒരു ചട്ടം എന്ന് പറയുന്നത് ഒരു സംസ്ഥാന നിയമസഭ ഉണ്ടാക്കിയ നിയമത്തിൻ്റെ മേലെ നിൽക്കില്ല. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട തർക്കം. ഇത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ നിയമസഭകളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമെന്നാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന് വേണ്ടി വാദിക്കുന്ന ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ ആ യുദ്ധത്തിലാണ്. കാരണം UGC എന്ന് പറയുന്നത് ഒരു ആക്ടിനകത്തുണ്ടാക്കിയ സാധനമാണ്. അതിൻ്റെ കീഴെ അവരുണ്ടാക്കിയൊരു ചട്ടം നിയമസഭയുടെ മേലെ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ ചട്ടം കൊണ്ടുവന്നിട്ട് സർവകലാശാലകളെ പിൻവാതിലിലൂടെ ഭരിക്കാൻ 2 പണിയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ ചെയ്തത്? ചാൻസലറുടെ നോമിനിയായിട്ട് ആരെ കണ്ടെത്തണം? കേരള സർക്കാരുമായി ഒരു ബന്ധവുമില്ലാത്ത ചാൻസലർ നേരിട്ട് IIT എന്നൊരു RS-കാരനെ നോമിനിയാക്കി വെച്ചു കേരള സർവകലാശാലയിൽ. അപ്പോൾ ഒരു UGCയുടെ നോമിനി, IIT-യിലെ RSS-കാരൻ്റെ നോമിനി. നിങ്ങൾ ഹൈക്കോടതി ജഡ്ജി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഹൈക്കോടതി ജഡ്ജിമാരെല്ലാം വലിയ ന്യായസ്ഥന്മാരാണെന്ന്. ഒരു ജഡ്ജി റിട്ടയർ ചെയ്തതിന് പിറ്റേ ദിവസം പറയുകയാണ് ഞാൻ 30 കൊല്ലമായിട്ട് RSS ആണ്. വേറൊരു ജഡ്ജി ബംഗാളിൽ റിട്ടയർ ചെയ്തിട്ട് നേരെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയാണ്. ഇവരൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? അപ്പം രാഷ്ട്രീയമായിട്ടാണ് പല കാര്യങ്ങളും വരുന്നത്. അങ്ങനെ 2 ആൾ വന്നാൽ കേരള സെനറ്റ് ഒരാളെ കൂടെ കൊടുത്താൽ ഒരു RSS-കാരനായി VC വന്നിരിക്കും. മോഹൻ കുന്നുമേലിനെ പോലെ അതിനേക്കാൾ കൂടുതൽ സംഘപരിവാരത്തിന് ദാസ്യവേല എടുക്കാൻ പറ്റുന്ന ആളുകൾ വന്നിരിക്കും. ആ ദാസ്യവേലക്കാരെ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവകലാശാലകൾ കാവുവൽക്കരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2004 അർജുൻ സിംഗ് എന്ന് പറയുന്നൊരു മാനവ വിഭവശേഷി മന്ത്രി ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവാണ് മധ്യപ്രദേശിൽ നിന്ന്.
അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അന്നത്തെ NDA സർക്കാർ, വാജ്പേയി സർക്കാർ കൊണ്ടുവന്ന സർവകലാശാലകളുടെ വിദ്യാഭ്യാസ മേഖലയുടെ കാവുവൽക്കരണത്തിനെതിരായ പൊതു പോരാട്ടത്തിന് നായകസ്ഥാനമായിരുന്നു. ഇന്ന് 10 കൊല്ലമായി മോദി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ കാവുവൽക്കരണം സർവകലാശാലകളിൽ നടക്കുകയാണ്. അതിനെതിരായ യുദ്ധത്തിന് ഞങ്ങൾ മുൻനിൽക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഞങ്ങളില്ല, നിങ്ങൾക്കൊപ്പം ഞങ്ങളില്ല, കേരളത്തോടൊപ്പം ഞങ്ങൾക്കില്ല, ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങളില്ല. നിങ്ങൾ ഇവിടുത്തെ ഗവർണർ എന്ത് പറഞ്ഞാലും അനുസരിച്ചോണം. ബില്ലിൽ ഒപ്പിട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല. നിയമസഭ ഉണ്ടാക്കിയ ബില്ലിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതാണ് നിങ്ങളുടെ വാദം. നിങ്ങൾ ഏത് പതനത്തിൽ എത്തി എന്നുള്ളത് നമുക്ക് കാണാം. ഇവിടെ ശ്രീ ലാൽകുമാർ കൂടി, അഡ്വക്കേറ്റ് ലാൽകുമാർ കൂടിയുണ്ട്. കൊച്ചിയിലെ വലിയ കനത്ത മഴയെ തുടർന്ന് ഈ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് പക്ഷേ സ്റ്റുഡിയോയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ ചർച്ചയിൽ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ BJP പ്രതിനിധികളെ അയക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ തീരുമാനം. ഇന്നലെ ഈ വിധി വന്നപ്പോഴും ആ ചർച്ചയിലേക്ക് BJP പ്രതിനിധികൾ പോയിട്ടില്ല എന്നാണ് അതിൻ്റെ മാധ്യമ വിഭാഗം, അല്ലെങ്കിൽ ആ ചർച്ചകൾക്കൊക്കെ പോകുന്ന വക്താക്കളെ നിർണ്ണയിക്കുന്ന സമിതിയുടെ ചുമതലപ്പെട്ടയാൾ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് എന്നതുകൂടി പറയട്ടെ. ഇവിടെ അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇങ്ങനെ നിരന്തരം ഹൈക്കോടതിയിൽ നിന്നൊക്കെ തിരിച്ചടി വലിയ വിവാദങ്ങളായി കൊണ്ടാടുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകളിൽ കയറി ഇടപെടുന്ന ചാൻസലറുടെ ആ നടപടികളൊക്കെ നിരന്തരം ഹൈക്കോടതിയിൽ റദ്ദു ചെയ്യപ്പെടുന്ന വലിയ തിരിച്ചടി അദ്ദേഹത്തിന് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്നലെ വന്ന ഹൈക്കോടതി വിധി. ആ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ലഭിക്കുന്ന തിരിച്ചടി അദ്ദേഹം മാത്രം വാങ്ങി കീശയിൽ വെച്ചാൽ മതിയോ, അതോ അതിൻ്റെ പങ്കു പറ്റാൻ അർഹരായ യോഗ്യരായവർ നമ്മുടെ നാട്ടിൽ വേറെയും ഉണ്ടോ? ചോദ്യം. അത് രണ്ട് ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് K. സുരേന്ദ്രൻ. K. സുരേന്ദ്രൻ പറയുന്ന രാഷ്ട്രീയത്തിനെക്കാട്ടിലും BJP രാഷ്ട്രീയം പറയുന്ന ഒരു ഗവർണറുള്ള ഒരു നാടാണ് കേരളം. അത് നമ്മൾ പലതവണ കണ്ടതാണ്. അത് റോഡിലിറങ്ങി അമിത്ഷായെ വിളിക്കൂ, മോഡിജിയെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെപ്രാളപ്പെട്ട് നടക്കുന്ന ഒരു ഗവർണറെ നമ്മൾ കണ്ടതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവർണർ റോഡിലിറങ്ങി തേരാപാര നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സാധാരണഗതിയിൽ സർക്കാരുകളുമായി എപ്പോഴും തർക്കങ്ങളൊക്കെ ഉണ്ടാവും. കാര്യം, കേന്ദ്രം ഭരിക്കുന്ന ആളുടെ നോമിനിയായി ഗവർണർ വരുമ്പം സംസ്ഥാനത്ത് മറ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ പൊതുവെ തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ തർക്കങ്ങൾ എപ്പോഴും ഡെമോക്രാറ്റിക് ആകണം. അൺഡെമോക്രാറ്റിക് ആകുന്ന രീതികൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഭ്രാന്തമാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്ത് ഇടപെടുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, മുഖ്യമന്ത്രി എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം റിബട്ട് ചെയ്യുന്നു. അതിനു പകരം അദ്ദേഹം റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവും. എന്താണ് ആ റോഡിൽ കൂടെ ഇറങ്ങി വരാൻ അദ്ദേഹം ഉണ്ടായ സാഹചര്യം? ചാൻസലർക്കെതിരെ SFI സമരം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. ഓർക്കുന്നുണ്ടാവും, ചാൻസലർക്കെതിരെ ഈ നാട്ടിൽ SFI സമരം ചെയ്തപ്പം ഈ പറയുന്ന BJPയും കോൺഗ്രസും ഇതിനെ എതിർത്തവരാണ്. എനിക്കൊന്ന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ അന്ന് എടുത്തവരെയൊക്കെ യോഗ്യമുള്ളവരെ എടുക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഇന്ന് ബസന്ത് പറഞ്ഞ ഒരു സെൻസിലല്ല അന്ന് K. സുധാകരൻ പറഞ്ഞത്. പോയി അന്നത്തെ റിപ്പോർട്ടുകൾ കണ്ട് നോക്കിയാൽ മനസ്സിലാവും. അന്നത്തെ ചർച്ചകളിൽ ഇരുന്ന കോൺഗ്രസ്സുകാർ പോലും ഈ രീതിയിലല്ല പറഞ്ഞത്. ഗവർണറിന്റെ ഒരു പങ്ക് പിടിച്ചാണ് അവർ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. നിങ്ങളത് മറന്നാലും നമ്മൾ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് അത് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, യഥാർത്ഥത്തിൽ ഗവർണർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഉപയോഗിച്ച ഒരു പ്രയോഗം തന്നെയാണ്. ഹി ഹാസ് ബിക്കം എ കോമിക് ഫിഗർ ഇൻ എ സീരിയസ് സിനിമ. ഒരു സീരിയസ് സിനിമയിലെ ഒരു കോമിക് ഫിഗറായി അദ്ദേഹം മാറുന്നു എന്നുള്ളത് കുറെ നാളുകളായി നിൽക്കുന്നുള്ളൂ. അതിന്റെ ഒരു വിമർശനമാണ്. അങ്ങനെ ആകാൻ പാടില്ല ഗവർണർ എന്നുള്ളത് ഒന്ന്. പിന്നെ ഈ തർക്കത്തിന്റെ ഒക്കെ ആധാരമായിരിക്കുന്ന വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഇവിടെ ഈ ചർച്ചയിൽ വന്ന മറ്റൊരു വിഷയം എന്താണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിലേക്ക് ഈ പറയുന്ന ബില്ലുകൾ റിസർവ് ചെയ്യുന്നു. ആര് വെക്കുന്നു? ഗവർണർ വെക്കുന്നു. ഈ പറയുന്ന ഇത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിലേക്ക് റിസർവ് ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിന് ഇല്ല. സത്യത്തിൽ നോക്കൂ, രാജ്യത്തെ സെന്ററിനെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് വളരെ ഡിഫൈൻഡാണ്. ഈ പറയുന്ന ഇന്റർ റിലീജിയസ് ഇന്റർ സ്റ്റേറ്റ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു ലെജിസ്ലേഷൻ പാസ്സാക്കുവാണെങ്കിൽ ഗവർണർക്ക് വേണമെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇത് കാണണമെന്ന് തീരുമാനിക്കാം. ഇത് ഒരു കാരണവശാലും സെന്ററിനെ ബാധിക്കുന്നതോ ഈ പറയുന്ന പാർലമെന്റുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയമേ അല്ല. ഈ നിയമം അദ്ദേഹം ഐദർ റിജക്ട് ചെയ്യണം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ സുപ്രീം കോടതിയിലേക്ക് ഇദ്ദേഹം തീരുമാനമെടുക്കാതെ ഇത് കോൾഡ് സ്റ്റോറേജ് വെച്ചിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായപ്പം കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സൂട്ട് ഫയൽ ചെയ്തു. ആ സൂട്ട് ഫയൽ ചെയ്തപ്പം സഖാവ് അനിൽകുമാർ പറഞ്ഞതുപോലെ
പഞ്ചാബിലെ ഇന്നലത്തെ ജഡ്ജ്മെന്റ് എടുത്ത് വായിക്കൂ എന്ന് ഗവർണറോട് ശാസിച്ചതിന് ശേഷം ഗവർണർ ചെയ്തത് എന്താണ്? ഗവർണർ പേടിച്ച് ചാടിക്കേറിയല്ല ഒപ്പിട്ടു. ഒപ്പിട്ട കാര്യം ഒപ്പിടാത്തതല്ല അദ്ദേഹം പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കൺസിഡറേഷനിലേക്ക് വെച്ചു. അപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ കൺസിഡറേഷനിലേക്ക് വെച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കോടതിയിൽ പോയി ഞാൻ പ്രസിഡന്റിന് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാമല്ലോ. അങ്ങനെ പറഞ്ഞൂരാനായിട്ടാണ് അദ്ദേഹം അത് പ്രസിഡന്റിന് വെച്ചത്. പ്രസിഡന്റ് വെക്കുമ്പം നോക്കൂ, നമ്മൾ ചെയ്തത് എന്താണ്? അന്ന് നമ്മുടെ സൂട്ട് അമെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അമെൻമെന്റ് ആപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തു. കാര്യം എന്താ? ഗവർണർ ഒപ്പിടുന്നില്ല, ഒപ്പിടിയിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രയർ. ഇത് പ്രസിഡന്റിലേക്ക് വെച്ചപ്പോ കേരള സർക്കാരിന്റെ പ്രയർ മാറി. എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ നിയമങ്ങൾ, ഗവർണർ പരിഗണിക്കേണ്ട നിയമങ്ങൾ ഗവർണർ മാത്രം പരിഗണിക്കുകയും ഈ പറയുന്നതല്ലാത്ത വിഷയങ്ങൾ, സെൻട്രൽ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കാണണ്ടാത്ത വിഷയങ്ങൾ പോലും ഗവർണർ ഇങ്ങനെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിഷൻ ആർബിട്രറി ആയിട്ട് എക്സസൈസ് ചെയ്ത് ഇത് കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരായി മാറുമല്ലോ. അങ്ങനെ അയച്ചു കൊടുത്ത് ഒരു ലെജിസ്ലേച്ചറെയും ഈ സംസ്ഥാനത്തിന്റെ ബിൽ ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്ന ലെജിസ്ലേച്ചർ ആണല്ലോ അല്ലെ, ആ സംസ്ഥാനത്തിന്റെ ബില്ലും ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗവേണൻസിന്റെ പാരാലിസിസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ ആ സൂട്ട് അമെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പ്രോസസ്സ് നിൽക്കുന്നത്. ആ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇപ്പം ഒരു സാധനം ഇപ്പം റിജക്ട് ചെയ്യുന്നു എന്നിരിക്കട്ടെ, ആ റിജക്ട് ചെയ്യുന്നതും ചലഞ്ച് ചെയ്യപ്പെടാം. കാരണം അദ്ദേഹത്തിൻ്റെക്ക് വരേണ്ട ബില്ലല്ല എങ്കിൽ അദ്ദേഹം കാണേണ്ട കാര്യവുമില്ല. എനിക്ക് അധികാരമില്ലാത്തൊരു വിഷയത്തിൽ കയറി ഞാൻ മേടിച്ചു വെച്ച് ഒപ്പിട്ടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. സത്യത്തിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത് ഇത് തങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ വെച്ച് സെൻട്രോ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോ കാണേണ്ട വിഷയമല്ല, അത് താഴെ തീരുമാനിക്കേണ്ടതാണെന്ന് പറഞ്ഞ് അദ്ദേഹം റീസെന്റ് ചെയ്യുകയായിരുന്നു വേണ്ടത്. സത്യത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ഓപ്ഷൻ. വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഈ പറയുന്ന ആൾക്കാരെല്ലാം BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയം ഇവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തുന്നത് പോളിസി പാരാലിസിസ്, സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ യൂണിവേഴ്സിറ്റി അമെൻമെന്റ് അങ്ങ് വിടുന്നത് കേരള നിയമസഭ ഐകകണ്ഠേന പാസാക്കിയ ഒരു ലാൻഡ് അസൈൻമെന്റിന്റെ ഒരു അമെൻമെന്റ് ഉണ്ടായിരുന്നു, ഭൂമി പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ആ അമെൻമെന്റ് നമ്മൾ ഐകകണ്ഠേന പാസാക്കിയതാണ്. അത് അദ്ദേഹം പിടിച്ചു വെച്ചു. അത് കോൾഡ് സ്റ്റോറേജിൽ ഇപ്പോഴും വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അസെന്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്ര നാൾ കഴിഞ്ഞ 2 വർഷമായി പിടിച്ചു വെച്ച ബില്ലുകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അസെന്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ 2 വർഷം അദ്ദേഹം അടയിരിക്കല്ലായിരുന്നു. ഈ അടയിരിക്കുന്ന പ്രോസസ് അല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന വെറും 4-അംഗ രാഷ്ട്രീയമാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംസ്ഥാനത്ത്. അത് ഈ സംസ്ഥാന സർക്കാർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളെ ഡിഫീറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പറയുന്ന ഒരു ആയുധം, ഗവർണർ എന്ന പദവി ഒരു ആയുധമാക്കി അദ്ദേഹം മാറ്റുകയും സംസ്ഥാന സർക്കാരിനെ പുറകോട്ട് വലിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 100% ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കോൺഗ്രസ് പല ഘട്ടങ്ങളിലും അവർ പങ്കാളിയായിട്ടുണ്ട്. ഈ ബില്ല് പാസ്സാക്കരുതെന്ന് പറഞ്ഞ് നിയമസഭ പാസ്സാക്കിയ ഒരു സാധനം പാസ്സാക്കരുതെന്ന് പറഞ്ഞ് ഇവര് പോയി ഗവർണറെ കണ്ടിട്ടില്ലേ? എന്തിനാണ് നിയമസഭ പാസ്സാക്കിയ ഒരു സാധനം കാണരുത് അല്ലെങ്കിൽ പാസ്സാക്കരുതെന്ന് പറഞ്ഞ് ഇവര് പോയി കാണുന്നത്? ഐകകണ്ഠേന പാസ്സാക്കിയില്ലയോ, ഐകകണ്ഠേന അല്ല പാസ്സാക്കിയോ എന്നുള്ളത് പ്രശ്നമല്ല. കാര്യം കോൺഗ്രസ് ഒരു ബില്ലിനെ എതിർക്കുന്നു. ആ കോൺഗ്രസ് എതിർത്ത ബില്ലിനെ നിങ്ങൾ ഒരു കാരണവശാലും ഗവർണർ അംഗീകരിക്കരുതെന്ന് പറഞ്ഞ് നിങ്ങൾ പോവുകയാണെങ്കിൽ നാളെ ഇത് തന്നെ ആവർത്തിക്കത്തില്ലേ? അല്ല, മാത്രമല്ല താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. അതായത് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം, പക്ഷേ നിയമസഭ പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമസഭയ്ക്കാണ് അതിന്റെ പരമാധികാരം എന്നതിൽ നിൽക്കേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടി, ജനപ്രതിനിധികളും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം വേഗം. നോക്കൂ, ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ബില്ല് അസെന്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ പോയി കാണുമ്പം അതിന്റെ അർത്ഥം സംസ്ഥാനത്തിന്റെ ലെജിസ്ലേച്ചറിന്റെ ബില്ല് അസെന്റ് ചെയ്ത് കൊടുക്കരുത് എന്ന് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി അവിടെ പോയി അദ്ദേഹത്തോട് പറയുമ്പം ഐകകണ്ഠേന പാസ്സാക്കിയത് പോലും അദ്ദേഹം പോക്കറ്റ് വെക്കാനുള്ള ഒരു ആർജവം അദ്ദേഹം കാണിക്കും. അതല്ലേ ലാൻഡ് അസൈൻമെന്റിനകത്ത് കാണിച്ചത്. ലാൻഡ് അസൈൻമെന്റ് പൂർണ്ണമായി നിയമസഭ പാസ്സാക്കിയ എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കി. ഞാൻ ലാലിലേക്ക് വരാം. ലാല്, വളരെ പ്രധാനപ്പെട്ട ചില പോരായ്മകൾ കോൺഗ്രസ് നയിക്കുന്ന UDF ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള പോരായ്മകളാണ് ചൂണ്ടിക്കാട്ടിയത്. വസന്ത, അതിലേക്കാണ് താങ്കളുടെയും നേരത്തെ ശ്രീ അനിൽകുമാറും അത് സൂചിപ്പിച്ചു.
ഈ വിഷയത്തിൽ ആ വിമർശനങ്ങളാണ് കേരളത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UDF നേരിടുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേരിടുന്നത്. ലീഗ് വ്യത്യസ്തമായ നിലപാടുകൾ ഈ ഗവർണറുമായി ബന്ധപ്പെട്ട പല സമയത്തും എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യവും വന്നിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഈ ഗവർണറെ നിങ്ങളുടെ കേരളത്തിലെ CPIM വിരോധത്തിൽ നിന്ന്, അല്ലെങ്കിൽ പിണറായി വിരോധത്തിൽ നിന്ന് ഗവർണറെ ചാരി നിൽക്കാൻ, അല്ലെങ്കിൽ ഈ ചാൻസലറെ ചാരി നിൽക്കാൻ നിങ്ങൾ ഒരുപാട് തവണ ശ്രമിച്ചതിനെക്കുറിച്ചൊക്കെ ഇവർ സൂചിപ്പിച്ചു. അതാണ് നിങ്ങളിവിടെ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം. ദേശീയ തലത്തിലെ നയത്തിന് വിരുദ്ധമായി, ദേശീയ അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിലെടുക്കുന്ന നിലപാടിന് വിരുദ്ധമായി കേരളത്തിൽ കോൺഗ്രസ് എങ്ങനെ പെരുമാറുന്നോ അതുതന്നെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗവർണർമാരുടെ പക്കൽ നിന്നും ചാൻസലർ പദവി എടുത്തുമാറ്റിയ നടപടി തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ ഭരിക്കുന്ന കർണാടകയിൽ ചെയ്തിട്ടില്ലേ? ഛത്തീസ്ഗഡിൽ അതുമായി ബന്ധപ്പെട്ട നീക്കം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ എന്തൊരു തരം ഇരട്ടത്താപ്പാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ CPM വിരുദ്ധതയിൽ നിന്ന് കേരളത്തിനകത്ത് രൂപപ്പെടുന്നത്? അല്ല, യാതൊരുവിധ ഇരട്ടത്താപ്പുമില്ല. നോക്കൂ, ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. ഇപ്പൊ ശ്രീ ലാൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ചില ബില്ലുകളിൽ ഒപ്പിടരുതെന്ന് പറഞ്ഞ് കോൺഗ്രസ് സമീപിക്കുന്നു. ഏതാണ് ബില്ല്? ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബില്ലാണ്. അഴിമതി നിരോധന സംവിധാനമായ അഴിമതിക്ക് കടിഞ്ഞാണിടാൻ വേണ്ടി ഇന്ത്യയിലെ അടക്കം ഇടതുപക്ഷം അടക്കം മുമ്പിട്ടിറങ്ങി പാസാക്കിയെടുത്തൊരു ബില്ലാണല്ലോ. ആ ബില്ലും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട അധികാരങ്ങളെ വെട്ടിക്കുറയ്ക്കാൻ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധമുണ്ടാകും, അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും. അത് കേരളത്തിലേന്നല്ല, മറ്റേത് സംസ്ഥാനത്തെ ആണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്, അത് ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഞങ്ങൾ ഈ വിഷയത്തെ കാണുന്നത് ഗവർണർ എന്നൊക്കെ സർക്കാർ പ്രതിസന്ധിയിൽ ആയിട്ടുണ്ടോ അന്നൊക്കെ ആ വിഷയങ്ങളിൽ നിന്ന് തങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി, മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഗവർണർ ഉടനെ ചാടി ഇറങ്ങിയാണ്. ഞാൻ സർക്കാരുമായി പോരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോഗോ വിളി ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് സർക്കാരിനെ സഹായിക്കാനാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അങ്ങ് ഇടപെട്ടത് പറയാൻ അനുവദിച്ചില്ല. നോക്കൂ, ഞങ്ങൾ ഗവർണറുമായി ചേർന്ന് ചില ബില്ലുകൾ ഒപ്പിടരുത് എന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഗവർണറുമായി ചേർന്ന് CPM സർക്കാരിനെ തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഞാൻ ഒരു ഡസൻ കാര്യങ്ങൾ പറഞ്ഞത് പോട്ടെ. ഏറ്റവും അവസാനത്തെ കാര്യം, ഗവർണറിന് ബഡ്ജറ്റിൽ നമ്മൾ ഒരു വിഹിതം പ്രഖ്യാപിക്കും. അദ്ദേഹത്തിന്റെ എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ട്, രാജ്ഭവന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ ഒരു വിഹിതം പ്രഖ്യാപിക്കും. അത് കൊടുത്തേ പറ്റൂ, അത് നിർബന്ധമാണ്. ബഡ്ജറ്റിൽ ഒരു വിഹിതം പ്രഖ്യാപിക്കണം. ബഡ്ജറ്റിന് വെളിയിൽ ബഡ്ജറ്റേതരമായ ഒരു വിഹിതം കൊടുക്കണമോ, ഒരു അലവൻസ് കൊടുക്കണമോ എന്നത് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണാധികാരത്തിലുള്ള കാര്യമാണ്. ഒരു സംശയം വേണ്ട. ഈ പാനലിലുള്ള എല്ലാവരും അഡ്വക്കേറ്റ്സ് ആണ്. നമുക്ക് വേണമെങ്കിൽ അവസാനം വരെ തർക്കിക്കാം. പൂർണ്ണാധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് വിവിധ കോടതി വിധികളുണ്ട്. പക്ഷേ ഗവർണറുമായി വലിയൊരു പോരാട്ടം നടത്തുന്നു എന്ന പ്രതീതി നിലനിൽക്കുന്ന സമയത്താണ് സർക്കാർ ബഡ്ജറ്റിന് വെളിയിൽ നിന്ന് 25 ലക്ഷം രൂപ ഗവർണറിന് അനുവദിക്കുന്നത്. അതേ സർക്കാർ 3 വർഷമോ 4 വർഷമോ മാത്രം കാലപ്പഴക്കമുള്ള വണ്ടി മാറ്റി പുതിയ വണ്ടി മേടിക്കാൻ വേണ്ടി, ബെൻസിന്റെ ഏറ്റവും പുതിയ മോഡൽ ഇറങ്ങിയപ്പോൾ അത് മേടിക്കാൻ വേണ്ടി ഗവർണറിന് ഫണ്ട് അനുവദിക്കുന്നതും ഇതേ സർക്കാരാണ്. അതേ സമയത്താണ് കേരളത്തിൽ ട്രഷറി സ്തംഭനം ഉണ്ടായത്. കേരളത്തിൽ മുറുക്കി ഉടുത്ത് വേണം നമ്മൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്തെ നേരിടാനെന്ന് ബാലഗോപാൽ അടക്കം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ആരോപിക്കുന്നത്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ ചിന്തിക്കുന്നത് ഇവിടെ സെറ്റിൽമെന്റ് രാഷ്ട്രീയം കളിക്കുന്നത് ഗവർണറും കേരള സർക്കാരും തമ്മിലാണ് എന്ന് പറഞ്ഞാൽ എന്താ അത് തെറ്റുള്ളത്? ഇനി ചില നിയമപ്രശ്നങ്ങൾ, വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടായിരുന്നത് നല്ല കാര്യം തന്നെ. 2.5 വർഷത്തിന് ശേഷമാണെങ്കിലും സർക്കാർ ഗവർണറിനെതിരെ കേസിന് പോയത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ അനിൽകുമാർ വലിയ വായിൽ പറഞ്ഞല്ലോ, CPM പ്രതിനിധി വലിയ വായിൽ പറയാണ് വസന്തിന്റെ അനാലിസിസ് തെറ്റിപ്പോകുന്നില്ലേ? ഒരു ഭാഗത്ത് നിങ്ങൾ പറയുന്നു സെറ്റിൽമെന്റ് ആണെന്ന്, മറുഭാഗത്ത് വലിയ നിയമ പോരാട്ടം നടത്തുന്നത് നല്ലതാണെന്ന് പറയുന്നു. ഇതെങ്ങനെ ഒത്തുപോകും വസന്ത്? അതാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അങ്ങ് മനസ്സിലാവും. അങ്ങ് ഇടയ്ക്ക് ഇടപെടുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. നോക്കൂ, എന്താണ് CPM പ്രതിനിധി പറഞ്ഞത്? അദ്ദേഹം ശ്രീ അനിൽകുമാർ, അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞത്, ഞങ്ങൾ ഗവർണറുമായി വലിയ നിയമ പോരാട്ടം നടത്തുന്നവരാണ്, വേണ്ടി വന്നാൽ ഞങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റിനെയും വെല്ലുവിളിക്കാൻ ഞങ്ങൾക്ക് ധൈര്യക്കുറവൊന്നുമില്ല. നല്ല കാര്യം. ഇന്ത്യയിലെ എല്ലാ സിറ്റിസനും ഈ രാജ്യത്തെ എല്ലാ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ പ്രശ്നമുണ്ടോ അവിടെയൊക്കെ തങ്ങളുടെ അവകാശ ലംഘനം ലീഗൽ ഫൈറ്റ് നടക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സുപ്രീം കോടതിയിൽ ഈ കേസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണോ? അല്ലാതെ നാളെ രാഷ്ട്രപതി ഭവനിലേക്ക് സമരം സംഘടിപ്പിക്കും നല്ലത് അല്ല. നല്ല കാര്യമാണേ ശ്രീ ശരത്ത്, നല്ല കാര്യമാണെന്നേ. കേസ് നടത്തണം, എനിക്ക് നടത്താം, ശരത്തിന് നടത്താം, നമ്മളുടെ അവകാശ ലംഘനം ഉണ്ടായാൽ നടത്തണം, ഒരു കുഴപ്പമില്ല. പക്ഷെ എവിടെയാ പ്രശ്നം? ഇത് നാടിന്റെ അവകാശ ലംഘനം ആവുമ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു തെല്ലും തോന്നുന്നില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം വസന്തേ.
2 വർഷക്കാലം അടയിരുന്നു. ഏതിന്മേൽ? ഈ ബില്ലുകളുടെ മേൽ. 2 വർഷക്കാലം അടയിരുന്ന ഗവർണറിന്റെ ഇടയിൽ അങ്ങോട്ട് അവിടുന്ന് കാശ്മീരി ലഡു ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഓണത്തിന്റെ പായസം അങ്ങോട്ട് പോയി. ഇതിനിടയിൽ ഗവർണറിന് ബെൻസ് മേടിക്കാനുള്ള പണം റിലീസ് ചെയ്തു. ഇതിനിടയിൽ ബഡ്ജറ്റിന്റെ ഈ ലീഗൽ ഫൈറ്റിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണോ? ഒന്ന് ചോദ്യം, ലീഗൽ ഫൈറ്റിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണോ? ഗവർണറുടെ പക്കൽ നിന്നും ചാൻസലർ പദവി എടുത്തു മാറ്റുന്ന നിയമസഭാ തീരുമാനം തന്നെയാണ് കോൺഗ്രസ് പിന്തുണയ്ക്കുകയാണോ? ഛത്തീസ്ഗഡിലെ പോലെ, കർണാടകയിലെ പോലെ, തമിഴ്നാട്ടിലെ പോലെ? ചോദ്യം. അല്ല, അതിന്റെ ഫൈനലാണ് ഞാൻ പറഞ്ഞു വന്നത്. കേരളം ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി ഇതിനൊരു ഉത്തരം നേരിട്ട് പറയാവുന്ന കാര്യമല്ലേ? നേരിട്ട് പറയാമല്ലോ. കേരളം തുടങ്ങി വെച്ചതാ എന്ന് പറയണ്ട. 2.5 വർഷക്കാലം ഗവർണർ അത് നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷനാണ്. തമിഴ്നാടും കർണാടകവും ഛത്തീസ്ഗഡും ഒക്കെ ചെയ്ത നിങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരുകളുള്ള സ്ഥലത്തൊക്കെ സംഭവിച്ചതുപോലെ ചാൻസലർ പദവി ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റുന്ന കേരളത്തിന്റെ ആ നിയമസഭാ തീരുമാനത്തെ നിങ്ങൾ അതിനോടൊപ്പമാണോ? അല്ലെന്നേ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞുള്ളൂ. എന്താണ് എൻ്റെ വസന്തേ? നിങ്ങൾ അതിനൊരു നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അടുത്ത പോയിന്റിലേക്ക് എനിക്ക് പോകാമല്ലോ. ഉത്തരവ് എത്രയേ ഉള്ളൂ. ഗവർണറിന് മുകളിലാണ് സംസ്ഥാന നിയമസഭകൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസിന്റെ നിലപാട് അതാണ്. സ്വാഭാവികമായും ആ നിയമസഭ, അത് CPM-ന്റെ ആവട്ടെ, BJP-യുടെ ആവട്ടെ, കോൺഗ്രസിന്റെ ആവട്ടെ, ജനതാദളിന്റെ ആവട്ടെ, ആ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള സർക്കാർ ഒരു നിയമം പാസാക്കിയാൽ അതിനെ നിയമമാക്കി വിടുന്നതാണ് നല്ലത്. കാര്യം പിന്നീട് അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ശരി. ഇപ്പോ ശ്രീ അനിൽകുമാർ, അത്രയും ഒരു വ്യക്തതയോ തൃപ്തിയോ താങ്കൾക്ക് അക്കാര്യത്തിലുണ്ടോ? വസന്ത് പറഞ്ഞ എന്താണ്? ചാൻസലർ പദവി ഗവർണറിൽ നിന്ന് എടുത്തു മാറ്റുന്ന നിയമസഭയുടെ തീരുമാനത്തെ സർക്കാർ ആ നിലയിൽ പാസ്സാക്കിയെടുത്ത തീരുമാനത്തോടൊപ്പമാണ് എന്ന് കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്നുണ്ട്. അതിന് ഇടവരുത്തുന്നത് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസിന് സ്വാധീനമുള്ള ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ സമാനമായ തീരുമാനമെടുത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാകാം. പക്ഷേ അപ്പോഴും അദ്ദേഹം രാഷ്ട്രീയമായി ഗവർണറുമായൊരു എവിടേക്കോ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി, പായസം പോയി, ലഡ്ഡു വന്നു എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ളൊരു കോൺഗ്രസ് നറേറ്റീവ്, ഇങ്ങനെ അതിൽ തന്നെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ഇപ്പുറത്ത് വലിയ ഫൈറ്റ് നടക്കുമ്പോഴൊന്നും അതവരെ സ്വാധീനിക്കുന്നതേയില്ല. വാദത്തിന് വേണ്ടി കൊള്ളാമെന്നൊക്കെ പറയുമ്പോഴും കേരളത്തിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രശ്നമാണോ വിഷയങ്ങളുടെ മെറിറ്റിലേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാതെ പോകുന്നത്? ഈ പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് ഏതാണ്ട് കീഴടങ്ങലായിട്ടാണ് ആഖ്യാനപ്പെടുന്നത്. അങ്ങനെ നിയമസഭയിൽ പറഞ്ഞ പ്രതിപക്ഷത്തിന് എന്ത് പറ്റി? അതേ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർ കോടതി കൊണ്ട് കേസ് കൊടുത്തപ്പോൾ ഒരു നരേന്ദ്രമോദിയുടെ ഓചാരം ഇല്ലാതെ കോടതി നിങ്ങളുണ്ടാക്കിയ മാസപ്പടി എന്ന് പറഞ്ഞ വ്യാജ ആരോപണത്തിൽ വിധി വന്നത് കേട്ടില്ലേ? ഞങ്ങൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രധാനമന്ത്രിയുടെ ഓചാരം വേണ്ട, ഈ ഗവർണറുടെ ഓചാരം വേണ്ട, RSSൻ്റെ ഓചാരം വേണ്ട, ഇവരുടെ ആരുടെ ഒരു സൗജന്യത്തിലുമല്ല പ്രവർത്തിക്കുന്നത്. എന്നാൽ പെരുമാറ്റ മര്യാദയിൽ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം അന്തസ്സാർന്ന നിലയ്ക്ക് പെരുമാറും. അത് കേരളത്തിന് വേണ്ടിയാണ്, കേരളത്തിലെ മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ അടയാളമാണ് അദ്ദേഹം അത്തരം ഇടപെടലുകൾ നടത്തുന്നത്. അത് വെച്ചിട്ട് അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന മര്യാദകളാണ്. ഒരു ഗവർണർക്കെതിരായിട്ട് ഗവർണറുടെ തെറ്റുകളെ ചോദിക്കുമ്പോൾ ആ ഗവർണർക്കെതിരെ രാജ്ഭവൻ ഉപരോധിക്കുകയല്ല സർക്കാർ ചെയ്യേണ്ടത്. എന്നാൽ പിന്നെ അവിടത്തേക്കുള്ള കറണ്ട് കണക്ഷൻ വിച്ഛേദിക്കാമല്ലോ. രാജ്ഭവന് കറണ്ട് കൊടുക്കണ്ട, രാജ്ഭവന് ഫോൺ കൊടുക്കണ്ട, ഇങ്ങനെ പറയാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ശീലങ്ങളാണ്. ആ ശീലങ്ങളൊന്നും അല്ല നമ്മൾ വേണ്ടത്. നമ്മൾ ജനാധിപത്യപരമായി ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കണം. പക്ഷേ ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. ഈ സർവകലാശാല നിയമങ്ങളുടെ ഭേദഗതി ബില്ല് വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഈ ബില്ലുകളെ എതിർക്കുമെന്നാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, അല്ല, ലീഗിൻ്റെ നിലപാടതല്ല, ലീഗ് ഗവർണറെ ചാൻസലർ പദവിയിൽ തുടരുന്നതിനോട് കൂട്ടിയോജിക്കുന്നില്ല. അങ്ങനെ UDF രണ്ടായി പിളർന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്തു? നിയമസഭയിൽ ആ ബില്ലുകൾ വന്നപ്പോൾ നിങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ബില്ലുകളെ എതിർക്കാൻ കോൺഗ്രസിനായില്ല. ഇതല്ലേ യാഥാർത്ഥ്യം? മുസ്ലിം ലീഗ് എതിർത്തത് കൊണ്ടല്ലേ UDFൻ്റെ നിയമസഭയിൽ നിന്ന് ആ ബില്ലുകൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകേണ്ടി വന്നത്? അത് യഥാർത്ഥത്തിൽ നിങ്ങളെന്താ ചെയ്തത്? നിങ്ങൾ ഗവർണറൊക്കൊപ്പമായിരുന്നു. ഗവർണർ ചാൻസലറായിട്ട് തന്നെ ഇരിക്കണം, RSSകാർ VCമാരായിട്ട് വരണം. ഇപ്പം നിയോഗിക്കപ്പെട്ട പോലെ RSകാരെ തന്നെ സെനറ്റിൽ തിരികെ കയറണം. അതിന് ഞങ്ങൾ അരി നിന്ന് കൊടുക്കും. ഇതായിരുന്നു നിങ്ങളുടെ നയം. നിങ്ങളുടെ നയം തിരുത്തിയത് ലീഗാണ്. ഇതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ കാര്യം. ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമാണ്.
രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ലോകായുക്തയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 2013 മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ ഇരുന്ന കാലത്ത് ലോകായുക്ത നിയമം എങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിനൊരു മാതൃക അയച്ചിട്ടുണ്ട്. നിങ്ങളെ മാതൃക ഒന്ന് വായിച്ചു നോക്കൂ. ഞങ്ങൾ ലോകായുക്തയിൽ ഏതാണ്ട് വല്ലാണ്ട് കുഴപ്പം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ലോകായുക്ത നിയമം എങ്ങനെ സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കണം എന്നൊരു മോഡൽ ബില്ല് ഇന്ത്യൻ പാർലമെൻറ്റിൽ വെച്ചത് ഇവിടെ ഉണ്ട്. നിങ്ങൾ വായിച്ചു നോക്ക്. ആ മോഡൽ ബില്ല് വായിച്ചാൽ കേരളത്തിലെ ബില്ലുകളെന്ന് പറയുന്നത്, കേരളത്തിലെ ലോകായുക്ത നിയമം എന്ന് പറയുന്നത് അതുക്കും മേലെയെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മുഖ്യമന്ത്രിയുടെ സ്ഥാനമെന്ന് പറയുന്നത് ഗവർണർ പോലെയുള്ള ആരുടെയെങ്കിലും ഒരു വാളിൻ്റെ കീഴെ തുമ്പത്ത് തൂങ്ങി നിൽക്കുന്ന സംവിധാനം ഉണ്ടാക്കുന്ന ഒരു നിലപാട് വന്നാൽ അത് തെറ്റാണ് എന്നതുകൊണ്ട് ഫാക്ട് ഫൈൻഡിങ് സംവിധാനമായിട്ട് ലോകായുക്ത ഫാക്ട് ഫൈൻഡ് ചെയ്യട്ടെ, തീരുമാനം പിന്നീട് എടുക്കാം, നിയമാനുസരണം എടുക്കാം, അത് ഭരണഘടനാപരമായിട്ടുള്ള രീതിയിൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ ലാഞ്ചന ചെയ്തൊരു സർക്കാരിൽ ഒരു മന്ത്രി പോലും ഇവിടെ ഇല്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. ഇനി ബഹുമാനപ്പെട്ട ശരത്ത് പറഞ്ഞപ്പോൾ ഇന്നലെ മിനിങ്ങാന്നോ മറ്റോ ഈ രാഷ്ട്രപതി ഭവനിൽ നിന്നോ ഒരു കടലാസ് നിയമസഭയ്ക്ക് അയച്ചു കൊടുത്തു ഈ ബില്ലുകൾ നിരാകരിക്കുന്നതായിട്ട്. ഞാനതിന് അപ്പം ഭരണഘടന ഒന്ന് വായിക്കുകയായിരുന്നു. വായിച്ചപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബിൽസ് റിസർവ്ഡ് ഫോർ കൺസിഡറേഷൻ എന്നുള്ള 201 വകുപ്പ് എടുത്തത്. ആ വകുപ്പിൽ ബില്ലുകൾ നിരാകരിക്കാൻ രാഷ്ട്രപതിക്ക് അവകാശമില്ല. നിരാകരിക്കാൻ അവകാശമില്ല. രണ്ട് തരത്തിൽ ചെയ്യാം. പിടിച്ചു വെക്കപ്പെട്ട സാധനം എന്തുകൊണ്ട് ഇത് പിടിച്ചു വെക്കപ്പെട്ടു, നിങ്ങൾ ഇത് ഇന്ന രീതിയിൽ ഇത് റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ് തിരിച്ച് നിയമസഭയ്ക്ക് അയച്ചു കൊടുക്കാൻ ഗവർണറോട് പറയാം. ഇല്ലെങ്കിൽ അതിന് അസന്റ് കൊടുക്കാം. അങ്ങനെ നിയമസഭയിൽ കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിനകം ഈ നിയമം വീണ്ടും ഭേദഗതിയോടുകൂടിയോ ഭേദഗതി ഇല്ലാതെയോ പാസ്സാക്കി തിരിച്ചയക്കാൻ നിയമസഭയ്ക്ക് അവകാശമുണ്ട്. അതിനർത്ഥം ഇന്ത്യൻ ഭരണഘടനയുടെ 200-ാം വകുപ്പ് 201-ാം വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമസഭ പാസ്സാക്കിയ ഏതെങ്കിലും ഒരു നിയമം, പാർലമെന്റ് പാസ്സാക്കിയ ഏതെങ്കിലും ഒരു നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് ഒപ്പിടാതിരിക്കാൻ രാഷ്ട്രപതിക്കോ ഗവർണർക്കോ ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് ഗവർണറുടെ മുകളിൽ അക്കാര്യത്തിൽ രാഷ്ട്രപതി ഇല്ല. ഗവർണർ ഒഴിഞ്ഞു മാറുമ്പോൾ ആ ഒഴിഞ്ഞു മാറുന്ന ചുമതല ഇത് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് രാഷ്ട്രപതി കൂടി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അത്ര കാര്യം ചെയ്ത് നടക്കുള്ളൂ. അപ്പം മറുപടി കൊണ്ട് പറയണം. അവിടെ ഒരു കാര്യം കൂടെ ബഹുമാനപ്പെട്ട ലാൽകുമാർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായൊരു വാക്കുകൂടെ ഞാൻ പറയുന്നുണ്ട്. ഗവർണറുമായി ബന്ധപ്പെട്ട കേസല്ല ഭേദഗതി ചെയ്തത്, ഗവർണറുമായി ബന്ധപ്പെട്ട കേസാണ് ഭേദഗതി ചെയ്തത്. ലാൽകുമാർ പറഞ്ഞത് ശരിയാണ്. രണ്ടാമത് ഇപ്പോൾ പുതിയ കേസ് കൊടുത്തിരിക്കുന്നത് രാഷ്ട്രപതിക്കെതിരായിട്ടാണ്. രാഷ്ട്രപതിക്കെതിരായ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു. അത് റീഓപ്പണിങ്ങിൽ ലിസ്റ്റ് ചെയ്ത് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനർത്ഥം എന്താണ്? രാഷ്ട്രപതിയോടും പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഗവർണറുടെ ദുർബോധനത്തിന് പിന്നാലെ നിൽക്കേണ്ട ആളല്ല രാഷ്ട്രപതി. രാഷ്ട്രപതി സ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും ആദരണീയമായ സ്ഥാനമാണ്. ഈ കേരളത്തിനൊരു ചരിത്രമുണ്ട്, അത് ഓർക്കണം. ശരത്ത് ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചരിത്രം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തെ മാറ്റിമറിച്ച ഭൂപരിഷ്കരണ നിയമത്തിന് ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പിട്ടില്ല. ഒപ്പിടാതെ വന്നപ്പോൾ നിങ്ങൾ ഒപ്പിട്ടില്ലെങ്കിലും നടപ്പാക്കുന്നു എന്ന് സമരം നടത്തിയ മനുഷ്യന്മാരുടെ നാടായത്. ആ സമര പോരാട്ട ചരിത്രമുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ രാഷ്ട്രപതിക്ക് തന്നെ പിന്നീട് ആ നിയമത്തിനകത്ത് ഒപ്പിടേണ്ടി വന്നു. ഇതാണ് ചരിത്രം. അതുകൊണ്ട് ഒപ്പിടിപ്പിക്കും ഈ കേരളത്തിൻ്റെ പോരാട്ട വീര്യം നിയമപരമായി. അത് ഒരു ഗവർണറും ഒരു രാഷ്ട്രപതിയും അതിന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നില്ല. നമ്മൾക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത് ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിയാണ് കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞത് ഇന്ന് കണ്ടൊരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ആ ബില്ലുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട് ഇതാണ് എന്ന നിലയിൽ ഇന്നൊരു പത്രവാർത്ത വന്നിരുന്നു. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ലാൽകുമാറിലേക്ക് കൂടി. ലാൽകുമാർ, ഇതിൽ ഇപ്പോൾ വസന്ത് പറഞ്ഞ പോലെ കഴിഞ്ഞ 2-2.5 വർഷക്കാലമായി എന്ന് പറഞ്ഞുകൊണ്ട് ഉന്നയിക്കുന്ന കോൺഗ്രസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടൊരു വാദമുണ്ട്. ഗവർണറും സർക്കാരും തമ്മിൽ സർക്കാർ ഒരു പ്രതിസന്ധിയിലാകുമ്പോൾ സർക്കാരിനെ രക്ഷിക്കാൻ ഗവർണർ മുന്നിട്ടിറങ്ങുന്നു എന്ന നിലയിലാണ് കോൺഗ്രസ് അന്നും ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഇതിനിടയിൽ ഒരുപാട് സംഭവവികാസങ്ങളുണ്ടായി. ആ സംഭവവികാസങ്ങളൊക്കെ ആരെയും അമ്പരപ്പിക്കുന്ന വിധം, പരിധികൾ പല വട്ടം വിട്ടുപോകുന്ന വിധത്തിലേക്ക് ഗവർണർ പെരുമാറുന്നു. അതിനെ പല രൂപത്തിൽ സർക്കാർ അതിനെ സമീപിക്കുന്നത് കണ്ടു. എന്നാൽ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കരുത്, നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇല്ലാതായി പോകരുത്. ഈ നിലയിൽ രാഷ്ട്രീയമായി അങ്ങനെ ഒരു ആഗ്രഹമുള്ളവർക്ക് നടപ്പാക്കി കൊടുക്കലല്ല ഒരു സർക്കാരിൻ്റെ താല്പര്യം എന്നത് കണ്ടുകൊണ്ട് തന്നെ സർക്കാരിന് മുന്നോട്ട് പോകാനാകണം, ജനങ്ങൾക്ക് സേവനം ചെയ്യാനാകണം. എന്നാൽ ഗവർണറുടെ പരിധിവിട്ട പ്രവർത്തനങ്ങളെ ഏതൊക്കെ തരത്തിൽ പ്രതിരോധിക്കാമോ അതിനുവേണ്ടി പോവുക എന്ന രീതി നമ്മളൊക്കെ പല രൂപത്തിൽ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും അന്നും ഇന്നും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വസന്തിലൂടെ വീണ്ടും കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനനുസരിച്ച് നിലപാടുകളെ പുതുക്കിപ്പണിയാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ ലാൽകുമാർ? ഇവിടെ അനിൽകുമാർ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ഞാൻ സത്യം പറഞ്ഞാൽ ആ പറഞ്ഞത് മിക്സ് ചെയ്ത് പറഞ്ഞതല്ല.
ഞാൻ പറഞ്ഞത് ഗവർണറെതിരെയുള്ള ഒരു പെറ്റീഷൻ അത് നമ്മൾ അമെൻഡ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്നു. അത് മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള കാര്യം പറയാനായിട്ടാണ് ഞാൻ അങ്ങനെ സെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, കേരളത്തിൽ നിന്ന് ചെയ്യാൻ പാടില്ലാത്ത ബില്ല് സെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പാടില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ഓഫ് ലോ ഈ സംസ്ഥാനം മുന്നോട്ടെടുക്കുന്നു. അത് രാജ്യത്തിന്റെ ജൂറിസ്പ്രുഡൻസിനുള്ള വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും എന്ന് പറയാനായിട്ടാണ് ഞാൻ തന്നെ അത് സുപ്രീം കോടതി തന്നെയാണ് ആ നിർദ്ദേശം വന്ന പെറ്റീഷണേഴ്സ് എന്ന നിലയിൽ കേരളത്തോട് ആവശ്യപ്പെട്ടത്. ഇങ്ങനൊരു ഡെവലപ്മെന്റ് വന്നപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്യൂട്ട് റീഫ്രെയിം ചെയ്യാൻ പറഞ്ഞത് അങ്ങനെയാണ്. അതെ, അത് സൂചിപ്പിക്കാൻ കേരളത്തിന്റെ ഈ ജൂറിസ്പ്രുഡൻസിനുള്ള കോൺട്രിബ്യൂഷൻ നമ്മൾ സർക്കാരിനെയോ ഈ പറയുന്ന ഗവർണറെയോ അല്ലെങ്കിൽ പ്രസിഡന്റിനെയോ എതിരെ ഒന്നും ലിറ്റിഗേറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ കോംപ്രമൈസ് ഉണ്ടെന്നാണ്. ഈ വിഷയത്തിലേക്ക് ഞാൻ പറഞ്ഞൊരു ചോദ്യത്തിലേക്ക് ഞാൻ അതിലേക്ക് ആ കണ്ടന്റുമായിട്ട് കണക്ട് ചെയ്യാം. നോക്കൂ, ഞാൻ ശരത്തേട്ടനെതിരെ ഒരു കേസ് കൊടുക്കാൻ തയ്യാറാവെങ്കിൽ പിന്നെ ശരത്തേട്ടനായിട്ട് ഞാൻ കോംപ്രമൈസ് ചെയ്തു എന്ന് പറയുന്നതിന് എന്ത് കാര്യമുള്ളൂ? ആ പറഞ്ഞ വാദം എത്ര പൊള്ളയാണ്. നോക്കൂ, പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോയി നമ്മൾ നഖശികാന്തം കേരളത്തിന്റെ ഗവർണർക്കെതിരെ വാദങ്ങൾ ഉന്നയിക്കുന്നു, ഇദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ്, ഇവിടെ ഭരണം നടത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഗവർണർക്ക് ശാസന കിട്ടുന്നു. അത്രത്തോളം എത്തുന്ന ഒരു ലിറ്റിഗേഷൻ പ്രോസസ്സിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തും എന്ന് പറഞ്ഞതിൽ എന്ത് കാര്യമുണ്ട്? നോക്കൂ, ഞാൻ ആദ്യം തന്നെ ഈ ചർച്ചയല്ല ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഗവർണർക്കുള്ള ഒരു വാല്യൂ, ഒരു ന്യൂയിസൻസ് വാല്യൂ ഉണ്ട്. കാര്യം നമ്മൾ ലെജിസ്ലേച്ചർ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടിരുന്നു, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഒരു ഓർഡിനൻസ് കൊണ്ടിരുന്നു. ഇതിനെ ഇഫക്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ അസന്റ് കൊടുക്കാതിരിക്കാൻ ഗവർണർ വിചാരിച്ചാൽ സാധിക്കും. അത് പെർമനന്റ് ആയിട്ട് സാധിക്കും എന്നുള്ളതല്ല, നമുക്ക് കോടതിയിൽ പോയി ഇത് നേടി എടുത്തുകൊണ്ട് വരേണ്ടത്. ആ സമയം വരെ അദ്ദേഹത്തിനുള്ള ഒരു ന്യൂയിസൻസ് വാല്യൂ ഉണ്ട്. ആ ന്യൂയിസൻസ് വാല്യൂ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അത് പരമാവധി കുറച്ചു നിർത്താൻ ഒരു സംസ്ഥാന സർക്കാർ നോക്കും. ഞാൻ വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയോ അല്ലാതിരിക്കട്ടെ, വി ഡി സതീശനായിരുന്നിരിക്കട്ടെ, വി ഡി സതീശനും ഇദ്ദേഹവുമായി ഒരു ഡിപ്ലോമാറ്റിക് എൻഗേജ്മെന്റിൽ ഇടപെടേണ്ടതായിട്ട് വരും. സംഘപരിവാറിനെതിരെ ഉള്ള ഒരു വലിയ ഒരു പ്രശ്നം അവിടെ നിൽക്കും. നമ്മൾ ബംഗാളിലെ ഗവർണറെ കാണുന്നതല്ലേ, അവിടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടാണോ? നമ്മൾ തമിഴ്നാട്ടിലെ ഗവർണറെ കാണുന്നതല്ലേ, അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ടാണോ? അപ്പൊ ഗവർണർ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ഒരു ചട്ടകമായി മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നേരിടുന്നു, മറ്റു DMK-യുടെ മുഖ്യമന്ത്രി നേരിടുന്നുണ്ട്. അങ്ങനെ പലരും നേരിടുമ്പം കോൺഗ്രസ് അത് ശരിയാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. താങ്കൾ ചോദിച്ച ഏറ്റവും വലിയ ചോദ്യം, ഇവർക്ക് ഒരു പൊളിറ്റിക്കൽ അജണ്ട പ്രോപ്പർ ആയിട്ടുണ്ടോ? അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആണ്. CPIM-നെതിരെ നിൽക്കുന്ന ആർക്കും എതിരെ അവർ സപ്പോർട്ട് ചെയ്യും. അവർക്ക് സംഘപരിവാറിനോ മറ്റേതോ മറിച്ചൊന്നുമില്ല. നോക്കൂ, കേരളത്തിന്റെ ഗവർണർ അങ്ങോട്ട് പോയി RSS സർസംഘചാലകനെ കണ്ട വിഷയത്തിൽ ഇതുവരെ വ്യക്തമായ ഒരു അഭിപ്രായം പറയാത്തവരാണ് കോൺഗ്രസ്സുകാർ. അത് നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമാണ്. RSSന്റെ സർസംഘചാലകനെ അങ്ങോട്ട് പോയി കണ്ടിട്ട് കോൺഗ്രസ്സുകാർ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ജീർണിച്ച അവസ്ഥ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. കാരണം നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, ഇപ്പം അദ്ദേഹത്തിന് നല്ല കാർ വാങ്ങിച്ചു, അതൊന്നും ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് വരേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ സംസ്ഥാനത്തിന്റെ എക്സിക്യൂട്ടീവാണ്, അല്ലെങ്കിൽ നോമിനൽ ഹെഡാണ് അദ്ദേഹം. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ഏറ്റവും നല്ല പാരഫെർനേലിയ അനുഭവിക്കുക എന്നുള്ളത് ഈ സംസ്ഥാനത്തിന്റെ സിവിൽ റൈറ്റ്സിൽ അത്രയും വിശ്വസിക്കുന്ന ആൾക്കാരെന്നുള്ളതിൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. അതിനകത്ത് ഇപ്പൊ 10 രൂപ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് അന്തസ്സ് കൂടുതലേ ഉള്ളൂ, അന്തസ്സ് കുറയുമല്ല ചെയ്യുന്നത്. അത് ഡീലല്ല. അത് കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനം നമ്മളെ എതിർക്കുന്നവരോട് പോലും ജനാധിപത്യപരമായി ഏത് അർത്ഥത്തിൽ നമുക്ക് ഇടപെടാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം കാണിക്കണം. അല്ലെങ്കിൽ അനിൽകുമാർ പറഞ്ഞാൽ അന്ന് അവിടുത്തെ കറണ്ട് കട്ട് ചെയ്തേക്കാം, അന്ന് അവിടെ പോയി വേളം ഉണ്ടാക്കിയേക്കാം എന്ന് പറയുന്നതല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പക്വത. രാഷ്ട്രീയ പക്വത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഡിപ്ലോമാറ്റിക്കലി ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ളിടത്ത് ഡീൽ ചെയ്യണം, രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കണം. നമ്മൾ എന്നാൽ ഇദ്ദേഹത്തെ വഴിയിട്ടങ്ങ് തല്ലിയേക്കാം എന്ന് ഇവിടുത്തെ ആൾക്കാരെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാൽ തല്ലാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷെ തല്ലാതിരിക്കുക. പക്ഷേ നമ്മൾ ഇദ്ദേഹത്തിന്റെ പൊള്ളത്തരം, ഇദ്ദേഹം എടുക്കുന്ന ഈ RSSന്റെ ചട്ടകമായി മാറുന്നു എന്നുള്ളത് വ്യക്തമായി നമ്മൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുപോകും. ഒറ്റ കാര്യം കൂടെ ലോകായുക്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇവിടെ വന്നു. നോക്കൂ, കഴിഞ്ഞ 6 മാസം മുമ്പ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വന്നിരുന്നു. അത് ഇവിടുത്തെ ബാക്കിയുള്ളവർ വായിച്ചിട്ടുണ്ടാവും, എല്ലാവരും പ്രാക്ടീസിംഗ് ലോയേഴ്സാണ്. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ലോകായുക്ത ഇപ്പോൾ ഒരിടത്ത് ലോകായുക്തയുടെ അമെന്റ്മെന്റ് ആണല്ലോ നമ്മളിവിടെ കൊണ്ടുവന്നത്. ലോകായുക്തയുടെ അമെന്റ്മെന്റ് ഇല്ലാതിരിക്കട്ടെ, ഇല്ല എങ്കിലും സുപ്രീം കോടതി സുവ്യക്തമായി പറയുന്നു അതിനൊരു അഡ്വൈസറി ബോഡി മാത്രമാണ്, അതിന്
ഒരു വേറെ ഒരു തരത്തിലും എടുക്കേണ്ട കാര്യമില്ല. അഡ്വൈസറി ബോഡി മാത്രമേ നമുക്ക് ലോകായുക്ത കണക്കാക്കാൻ പറ്റത്തുള്ളൂ എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യമില്ല ഈ പറയുന്നതിനകത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വസന്ത്, നമുക്കറിയാം ഈ പറഞ്ഞ കോടതികൾ, ഹൈക്കോടതിയൊക്കെ ഇങ്ങനെ പറയുന്നൊരു ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. വിവേചനാധികാരം പ്രയോഗിക്കേണ്ടത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയല്ല, അനിയന്ത്രിതമായ അധികാരമില്ല എന്ന് കോടതി തന്നെ ചാൻസലറെ ധരിപ്പിക്കുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഈ കേരളത്തിൽ ചെയ്യുന്നത്, ഇതിവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് SFI ചെയ്ത സമരം എത്ര ശരിയായിരുന്നു, എത്ര ശക്തമായി ജനാധിപത്യപരമായി സമരം ചെയ്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ തുറന്നു കാട്ടാൻ ശ്രമിച്ചു. പക്ഷേ KSU ഒരു ചെറിയ സമരമെങ്കിലും നടത്തിയോ വസന്തേ? നേരത്തെ ഒരു ഉത്തരം പറയാം. നേരത്തെ ലാൽകുമാർ പറഞ്ഞ പോലെ അദ്ദേഹം പറയാണ്, ശരത്തിനെ ഞാൻ അടിച്ചാൽ ശരത്ത് കേസ് കൊടുക്കുന്നു. ശ്രീ ശരത്ത് കേസ് കൊടുത്താൽ നമ്മൾ തമ്മിൽ പിന്നെ സെറ്റിൽഡ് ആണെന്ന് പറയാൻ പറ്റുമോ? ശ്രീ ശരത്ത് അങ്ങ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനിയർ ജേർണലിസ്റ്റ് ആണ്. എങ്കിൽ പോലും ഒരു വാദത്തിന് ഞാൻ അങ്ങേ അടിച്ചു എന്നിരിക്കട്ടെ, ഞാൻ അങ്ങേ അടിക്കുന്നു, ഞാനും അങ്ങും ആ അടിക്ക് ശേഷം അങ്ങ് എനിക്ക് ലഡു തരുന്നു, വണ്ടി മേടിക്കാൻ പൈസ തരുന്നു, നല്ല ഡ്രസ്സ് മേടിച്ചു തരുന്നു, നമ്മൾ ഒരുമിച്ച് ഒരു കടയിൽ പോയി അൽഫാം കഴിക്കുന്നു, നല്ല കാര്യം. ഇതെല്ലാം കഴിഞ്ഞ് 2.5 വർഷം കഴിഞ്ഞ് അങ്ങ് എനിക്കെതിരെ കേസ് കൊടുത്താൽ ഈ 2.5 വർഷക്കാലം നമ്മൾ തമ്മിൽ സെറ്റിൽഡ് ആയിരുന്നു എന്നേ അരിയാഹാരം കഴിക്കുന്നവർ വിശ്വസിക്കുകയുള്ളൂ. ഇനി ഈ കാര്യത്തിൽ വസന്തിന്റെ ലോജിക്കല്ലേ, അത് കൊണ്ടുപോകോളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. യെസ്, ആയിക്കോട്ടെ, രസമായിട്ടുണ്ട്. യെസ്, കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ചർച്ച ചെയ്യുന്ന തർക്കങ്ങളുടെ ഇടയിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തല്ലിൻ്റെ ഇങ്ങനത്തെ കമ്പാരിസണൊക്കെ എന്തുവാവട്ടെ, ഞാൻ പറഞ്ഞതിലേക്കൊന്ന് വരുമോ? KSU ഒരു ചെറിയ സമരമെങ്കിലും ചെയ്യാമായിരുന്നു ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ, ചാൻസലർക്കെതിരെ. അല്ലല്ല, ശ്രീ അദ്ദേഹം ആ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീ ശരത്ത്, ഞങ്ങളുടെ നിലപാടിൽ ഇത് BJPയുടെ ഗവർണർ ആവട്ടെ, CPMന്റെ ഗവർണർ ആവട്ടെ, കോൺഗ്രസിന്റെ ഗവർണർ ആവട്ടെ, ഭരണഘടനയെ തകർക്കുന്ന രീതിയിൽ ആരിടപെട്ടാലും അതിനെതിരെ നിന്ന് വന്ന വിധി അല്ല. തുടക്കം ഞാൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, ഒടുക്കവും ഞാൻ അങ്ങനെയാണ് ഈ ചർച്ചയിൽ പറയുന്നത്. കോടതിയിൽ നിന്ന് വന്ന വിധി ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ഒരു വിശുദ്ധ പശു അല്ല എന്ന് പറഞ്ഞത് മനസ്സിലായി. മനസ്സിലാവാത്ത എന്താണ്? അല്ല, KSU മനസ്സിലാവുന്നുണ്ട്, KSU കാണാൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ ഇത് ായതുകൊണ്ട് സെറ്റിൽമെന്റുകളുടെ ഭാഗമാണെന്ന് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. സെറ്റിൽമെന്റ് നിങ്ങളുടെ ഇടയിലല്ലേ? ഞങ്ങൾ സമരം ചെയ്യാത്ത നിങ്ങളല്ലേ സെറ്റിൽമെന്റ്? കേസ് കൊടുക്കാത്ത, കേസിനെ അതിനെ പിന്തുണയ്ക്കാത്ത നിങ്ങളുടെ ഇടയിലല്ലേ സെറ്റിൽമെന്റ്? അങ്ങനെയല്ലേ ആളുകൾ മനസ്സിലാക്കുക? സെറ്റിൽമെന്റ് എന്നാണ് ഞങ്ങളുടെ നിലപാട്. ശരി, 2.5 വർഷക്കാലം എവിടെയായിരുന്നു? എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല? പഞ്ചാബ്, ബംഗാൾ, തെലങ്കാന, പഞ്ചാബ്, ബംഗാൾ, കർണാടക, തമിഴ്നാട് 4 സംസ്ഥാനങ്ങൾ സുപ്രീം കോടതി എത്തിയതിനു ശേഷം മാത്രം പോകാൻ തോന്നിയത് ഏത് വെളിച്ചപ്പാടിന്റെ പുറത്താണ്, ഏത് വെളിപാടിന്റെ പുറത്താണ് എന്ന് ചർച്ച ചെയ്താൽ മതിയല്ലോ, അപ്പൊ മനസ്സിലാവും. ശരി, അതേ കാലത്ത് കേരളത്തിൽ നടന്ന സമരങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ആ സമരങ്ങളിൽ ഒന്നും ഒരു പിന്തുണയും കൊടുക്കാതെ അദ്ദേഹത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു പൊതു സമീപനം സ്വീകരിച്ചു എന്ന ബോധ്യം ആളുകളിൽ കോൺഗ്രസും KSUയും യൂത്ത് കോൺഗ്രസും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഞാൻ വളരെ വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം ശ്രീ അനിൽകുമാർ ഈ ചർച്ച. താങ്കൾ ക്യുക്കായിട്ട്, ഇന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നു. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കാനാണ് കോടതി ഗവർണറോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഒരു ചെറിയ റെസ്പോൺസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അതിനായിട്ട് സൂട്ട് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഗവർണർ എന്താ പറഞ്ഞത്? ഞാൻ അറിഞ്ഞില്ല, ഞാൻ തലവനാണ്, ഞാൻ അറിയിച്ചില്ല. കേരളത്തിലെ സർക്കാർ പറഞ്ഞു, ഇത് സാമന്ത ഭരണമൊന്നുമല്ല, നിങ്ങൾ റെസിഡൻ്റ് അല്ല, നിങ്ങളെ അറിയിക്കാൻ സൗകര്യപ്പെടുകയില്ല. മറുപടി പറയുന്നൊരു മുഖ്യമന്ത്രി നിങ്ങൾ കണ്ടോ? ഇതാണോ അഡ്ജസ്റ്റ്മെൻറ്റ്? കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കം വന്നപ്പോൾ നിയമസഭ വിളിച്ചു കൂട്ടാൻ സമ്മതിച്ചില്ല, യുദ്ധം ചെയ്തു, നിയമസഭ കൂടി. എപ്പോഴാണോ ഗവർണർ ഭരണഘടനയെ മാനിക്കാതെ വന്നത് അപ്പോഴെല്ലാം യുദ്ധം ചെയ്തിട്ടുണ്ട്. അല്ലാത്തപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഭരണഘടനാപരമായി തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഇനി ബഹുമാനപ്പെട്ട ഗവർണറും ഇപ്പോഴത്തെ VC ചാർജുള്ള മോഹൻ കുന്നുമ്മേലും തമ്മിൽ എന്തെങ്കിലും ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഏതെങ്കിലും തെറ്റായ വഴി ഉണ്ടാക്കുകയാണെങ്കിൽ നിയമം അതിൻ്റെ വഴിക്ക് പ്രവർത്തിക്കും. ഇവിടെ നമ്മൾ യുദ്ധത്തിൽ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഒരഭിമാനിക്കാൻ കഴിയുന്ന കാര്യം, SFI എന്ന സംഘടന ഇവിടെ നടത്തിയ തീവ്രമായൊരു പോരാട്ടമുണ്ട്. നമ്മുടെ സർവകലാശാലകൾ നടത്തിയ ത്യാഗനിർഭരമായ പോരാട്ടമുണ്ട്. ഒരു ഭാഗത്ത് ഗവർണർ വഴിയിലിറങ്ങി ഗുണ്ടാത്തലവനെ പോലെ പോലീസുകാരോട് പറയുകയാണ്, അവനെ അടിച്ചിട്ട് വാ, ഇവനെ വെടിവെക്ക്. അങ്ങനെ അവനെ അടിച്ചിട്ട് വരാൻ, ഇവനെ വെടിവെക്കാനും ആ വിദ്യാർത്ഥിയുടെ ചോര കണ്ടിട്ട് ആ ചോരയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ RSSന് മുന്നിൽ ഈ രാജ്യത്ത് പോലീസിന് ഉപയോഗിച്ച് ഞാൻ ചോര വീഴ്ത്തിയിരിക്കുന്നു വിദ്യാർത്ഥികളുടെ എന്ന് പറയിക്കാൻ തക്കവണ്ണം ഒരു ഗവർണർ നിൽക്കുമ്പോൾ അതിനെ പിന്തുണച്ചു കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളും UDFും BJPയും എല്ലാം.
നിങ്ങളുടെ കൂട്ടുകച്ചവടം പൊളിഞ്ഞിരിക്കുന്നു. ഗവർണർക്കേറ്റ അടി എന്ന് പറയുന്നത് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചെകിട്ടത്തുള്ള അടി തന്നെയാണ് എന്നാണ് ഞങ്ങൾ കാണുന്നത്. നന്ദി ശ്രീ അനിൽകുമാർ, അതുപോലെ തന്നെ വസന്ത് സിറിയക്ക്, അതുപോലെ ലാൽകുമാർ ഞങ്ങളുമായി സഹകരിച്ചതിന്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.